കമലതലത്തിലേക്ക് എന്നെ വിളിക്കുന്നത് ജയറാമേട്ടനാണ്. ജയറാമേട്ടനാണ് എന്നെ വിളിച്ച് പറയുന്നത്, ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട്, അവിടെ മൂനിഷ ചെയ്ത റോള്. ഞാൻ ഈ രാത്രി അത്താഴം കഴിക്കാനിരിക്കുമ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എൻ്റെ ഉമ്മ ഏഷ്യനെറ്റിൽ നോക്കി കുങ്കുമപ്പ് നോക്കിയിരുന്ന് കരയുന്നുണ്ടാവും, ചിരിക്കുന്നുണ്ടാവും. ഈ കടലിൽ അസല് പാട്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ആ പാട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ലാലേട്ടനാണ് എന്നെ വിളിച്ച് പറയുന്നത്, ഇങ്ങനെ ജിത്തു സാറ് വിളിക്കും, ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, കേൾക്കൂ. അടച്ചു. ഞാൻ ഒന്നുകൂടെ സ്ക്രിപ്റ്റ് വായിച്ചു. 2 പ്രാവശ്യം അടുപ്പിച്ച് ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചു. ആദ്യത്തെ അവസാനത്തെ സിനിമയാണ് അങ്ങനെ വായിച്ചത്. കമൽ സാർ വളരെ ഇമോഷണൽ ആയിട്ടാണ് ആ കഥാപാത്രത്തിനെ ക്യാരി ചെയ്തിരുന്നത്. വളരെ സ്വയംപുലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ. ലാലേട്ടൻ അത് വളരെ സെറ്റിലായി ചെയ്തു. എനിക്ക് 70s 80s 90s മെലഡീസ് ഉണ്ടല്ലോ, അതൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുക. ഞാൻ ഭയങ്കര കമൽ സാർ ഫാനാണ്. ഡാൻസ് ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് സാഗര സംഗമത്തിലെ ഒരു പോസ്റ്ററൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു, പഴയ അതന്നെ ശിവന്റെ ഒരു പോസ്റ്റ് നിന്നിട്ടില്ല. ഞാൻ ജനിച്ചു വളർന്നതേ എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വീടായിരുന്നു. എനിക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അച്ഛനോട് ചോദിക്കണം, അമ്മയോട് ചോദിക്കണം. 2 ചേട്ടന്മാരായിരുന്നു. 2 ചേട്ടന്മാരോട് ചോദിക്കണം. ഈ ഒരു പെർമിഷൻ ഉണ്ടായിട്ടാണ് ആശയുടെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിലുണ്ടായത്. എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. മോർ ദാൻ അഡ്ജസ്റ്റിംഗ്, അണ്ടർസ്റ്റാൻഡിങ് അല്ലാതെ, തിരിച്ചറിവില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാതെ നിങ്ങൾക്ക് പറ്റാത്ത രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഒരിക്കലും ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഐ റിയലി എൻജോയ്. വെൽക്കം ആശ ശരത്. താങ്ക് യു സോ മച്ച്. എപ്പോഴും ഒരു ആക്ടറെ ഒരു ഇൻ്റർവ്യൂവിന് പോഡ്കാസ്റ്റ് കിട്ടുന്ന സമയത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരിക്കുമല്ലോ. എനിക്ക് ആശ ശരത് എന്ന ആക്ട്രസ് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആവുന്നത്, കാണുമ്പോൾ ഭയങ്കര സമാധാനം തന്നത് അനുരാഗായിരിക്കും വെള്ളത്തിലായിരുന്നു. സുമ ഭയങ്കര എന്താ പറയുക, ഭയങ്കര പ്ലസൻ്റ് ആണ്. നമുക്ക് ഭയങ്കര ഈ പറഞ്ഞ സമാധാനമാണ്. നമ്മൾ അവരുടെ ഒപ്പം നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പടം കാണുന്ന സമയത്തെല്ലാം. അതിൽ തന്നെ എനിക്ക് ചോദിക്കാനുള്ള സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോ ഓഫ് സീൻസാണ്. ബിജുചേട്ടൻ വീട്ടിൽ വരുന്നു, വന്നൊരു ഉമ്മ തന്നിട്ട് പോകുന്നുണ്ടല്ലോ, അവിടെ ഷോക്ക് ആവുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മസാല ദോശ കൊണ്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ പാട്ട് പാടുന്ന കേട്ടിട്ട് വളരെ ബോറായ ഒരു പാട്ട് കേട്ടിട്ട് യേശുദാസ് പാടുന്ന മാതിരി തന്നെ ഉണ്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, സുമയെ പറ്റി കേൾക്കുന്ന സമയത്ത് ഈ സീനുകളൊക്കെ വായിച്ചും കേട്ടൊക്കെ പോകുന്നുണ്ട്. വൺസ് ഇത് പെർഫോം ചെയ്യണം, ഇതിൽ കൺവേ ചെയ്യേണ്ട ഹ്യൂമർ കൺവേ ചെയ്യണം, നിങ്ങളുടെ ഉള്ളിൽ ഡൈനാമിക്സ് പ്രോപ്പർ ആയിരിക്കണം. ഈ പർട്ടിക്കുലർ സീക്വൻസിന്റെ ഷൂട്ട്, ഇത് ആദ്യം കേൾക്കുന്നത് ഷൂട്ട്, ശേഷം ഇത് സ്ക്രീനിൽ കാണുന്നത്, എന്താ ശരിക്കും? ഇത് റഹ്മാൻ ഒരു ദിവസം രാവിലെ ഒരു 7:30 മണിക്കാണ് എന്നോട് കഥ പറയാൻ വരുന്നത്. അന്ന് എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. റഹ്മാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കഥ പറയാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഓഗസ്റ്റ് ഫിലിംസ് ആണല്ലോ, അപ്പോൾ രാജു ഉണ്ടായിരുന്നു. അങ്ങനെ രാജു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു. അപ്പോൾ അങ്ങനെ റഹ്മാൻ എൻ്റെ അടുത്ത് വന്നു, സംസാരിച്ചു. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ട്, അങ്ങനെയാണ് ഞാൻ സ്ക്രിപ്റ്റ് എല്ലാവരെയും കണ്ടിട്ടില്ല. ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും കയ്യിൽ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. റഹ്മാൻ വന്നു, ഞാൻ നോക്കുമ്പോൾ ഒരു കൊച്ചു പയ്യൻ വന്നു. അന്ന് ഈസ് 22 23 അത്രേ ഉള്ളൂ റഹ്മാൻ. ഡോറ് തുറന്നു, വന്നിരുന്നു. അപ്പം ഞാൻ റെഡിയായി. ഞാൻ പറഞ്ഞു പറയൂ എന്ന്. അപ്പം ഞാൻ സ്ക്രിപ്റ്റൊക്കെ നോക്കുകയാണ്, ഒന്നുമില്ല. അങ്ങ് പറയാൻ തുടങ്ങി. ഇങ്ങനെ ഒരു പറഞ്ഞിങ്ങനെ കേട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ എസ് പറഞ്ഞൊരു സിനിമയാണ്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു യെസ് ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് റഹ്മാൻ എന്നിലേക്ക് എത്തിയത്? ദൃശ്യം കണ്ടിട്ടുള്ള ഒരു സംവിധായകൻ ചിലപ്പോൾ സുമയെ എനിക്ക് തരില്ല, സുമയെ തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു ബന്ധവും എനിക്ക് തരില്ല. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് എന്നിലേക്ക് എത്തിപ്പെട്ടത്? അപ്പം എന്നോട് പറഞ്ഞൊരു സെൻറ്റൻസ്, ഞാൻ ഈ രാത്രി അത്താഴം കഴിക്കാനിരിക്കുമ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എൻ്റെ ഉമ്മ നിങ്ങളെ നോക്കി ഇങ്ങനെ ഏഷ്യനെറ്റിൽ നോക്കി കുങ്കുമപ്പ് നോക്കിയിരുന്ന് കരയുന്നുണ്ടാവും, ചിരിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ട് ഇതാണ് എൻ്റെ സുമാന്ന് മനസ്സിൽ തോന്നിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര അടുപ്പം തോന്നുന്നു എനിക്ക് റഹ്മാൻ്റെ അടുത്ത്. അങ്ങനെ ലൊക്കേഷനിൽ വന്നപ്പോൾ എല്ലാം യങ് വൈബാണ്. ഞാനും ബിജു മാത്രമാണ് കുറച്ച് മെച്ചോർഡ് ആയിട്ടുള്ള ആൾക്കാരുള്ളൂ. ബിജുവിനെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അറിയാം. എൻ്റെ കല്യാണത്തിന് വന്നിട്ടുള്ള ഒരു സെലിബ്രിറ്റി ബിജു ആണ്. അത്ര വർഷങ്ങൾ ഞാനും ബിജു പണ്ട് ഈ 13 എപ്പിസോഡ് സീരിയലുകളുണ്ടായിരുന്നു. ആ കാലത്ത് ഞാനും ബിജു അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേ എനിക്ക് ബിജുവിനെ അറിയാം, പക്ഷെ വേറെ പിന്നെ അഭിനയിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ അഭിനയമൊന്നുമില്ല, ഞാൻ പിള്ളേരും പീച്ചിയും ഒക്കെ ആയിട്ട് ഞാൻ ദുബായിക്ക് പോയി. അപ്പോൾ ബിജുവിൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു പഴയ കൂട്ടുകാരനാണ്. അങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രമാണ് ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുള്ളത്. അപ്പോൾ വന്നു,
എല്ലാ ദിവസവും ലൊക്കേഷൻ രാവിലെ തന്നെ പറയും ഇന്ന് ഉമ്മ എടുക്കും കേട്ടോ, ഇന്ന് ഉമ്മ എടുക്കും. അപ്പൊ അവസാനം ഞാൻ ഇതെന്താ എനിക്ക് അത്യാവശ്യമായിട്ട് ഉമ്മ കിട്ടാൻ കൊതിയായിട്ടിരിക്കുന്നു. എല്ലാവരും മാറി മാറി, എല്ലാവരും അങ്ങ് ജിംഷി, എല്ലാവരും ക്യാമറ ജിംഷി ആയിരുന്നു. എൻ്റെ ടീം ഒരു ഭയങ്കര കുട്ടി കുട്ടി ടീംസ് ആയിരുന്നു. അപ്പോൾ ആ ലൊക്കേഷൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ലൊക്കേഷനാണ്. കാര്യം ഒരു റെസിഡൻഷ്യൽ ഏരിയയിലായിരുന്നു ഷൂട്ട്, മുഴുവൻ അവിടെ തന്നെയാണല്ലോ, ആ വീടാണ്. അപ്പൊ കുറച്ച് അങ്ങറ്റത്താണ് കാരവൻ പാർക്ക് ചെയ്യുക ജംഗ്ഷനിൽ. ഷോട്ടിന്റെ സമയമാകുമ്പം എന്നെ റഹ്മാൻ ബൈക്കിൽ വന്നിട്ടാണ് വിളിക്കുക, സുമയ വരൂ, ഇങ്ങനെ ബൈക്കിൽ കയറി. അങ്ങനെയായിരുന്നു ഞാൻ വന്നിരുന്നത്. അത്ര എൻജോയ് ചെയ്തൊരു ഷൂട്ടായിരുന്നു. ആ സിറ്റുവേഷനിൽ ഒരു സിറ്റുവേഷൻ കോമഡി, ഇതൊരു ചിരിക്കുന്ന കാര്യമാണെന്ന് നമുക്ക് അഭിനയിക്കുമ്പോൾ തോന്നില്ല. അങ്ങനെയല്ല, അത് ഉമ്മ കിട്ടുന്നു, അപ്പൊ ഒരു ഷോക്കാണ്. ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് ഒരു ഉമ്മ തരുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ ചോദിക്കുന്നു റഹ്മാനെ, ഭർത്താവിന് ഉമ്മ വരുന്നതിന് ഇത്ര ഷോക്കിന്റെ കാര്യം എന്താ? അവന് എങ്ങനെയല്ല, ഇത്രയും കാലം ഉമ്മ കിട്ടിയിട്ട് പെട്ടെന്ന് കിട്ടുമ്പോൾ. പിന്നെ ഈ പാട്ട് പാടുന്ന കാര്യം, ഇതൊക്കെ ഒരു ഹ്യൂമർ എന്നുള്ള രീതിയിലുപരി സിറ്റുവേഷണൽ ആയിട്ട് വന്ന ആൾക്കാർ ചിരിച്ചു പോയതാണ്. ഒരു ഹ്യൂമർ ആയിട്ട് ചെയ്തതൊന്നും അല്ല. ആ എക്സൈറ്റ്മെന്റും എല്ലാം, മസാല ദോശ കൊണ്ടുവരലും എല്ലാം ഒരു 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 പാവം, ഒരു സുമ ഒരു പാവമായിരുന്നു. അതെ അതെ, സുമ ഈവൻ ആ മസാല ദോശ ഇങ്ങനെ തുറന്ന് ഒരു മണം, നിനക്ക് വേണോന്നൊക്കെ മോളുടെ ചോദിക്കുന്നത്. ശരിക്കും സുമ ഒരു പാവാണ്, അങ്ങനത്തെ ഒരു സ്ത്രീയായിരുന്നു. സുമയെ രജിസ്റ്റർ ആക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഈ മനോഗതം ഭവാൻ പാട്ടും കൂടെ അവരിലൊരു റൊമാൻസ് ഉണ്ടെന്നോ, അവരിലൊരു എവിടേക്കോ അവർ പലതും ആഗ്രഹിക്കുന്നുണ്ടെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നത് പിന്നീടാണ്, ഉമ്മ കിട്ടിയ ശേഷമാണ്. അവിടുന്നൊരു സ്റ്റാർട്ടിംഗ് ആണല്ലോ. എനിക്ക് വലിയ ഇഷ്ടമാണ് സുമ. പേഴ്സണലി എനിക്ക് ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാള് സുമയാണ്. പേഴ്സണൽ സ്പേസ് എപ്പോഴും സുമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സിസിലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പാവാടയിലെ സിസിലി എനിക്ക് ഇഷ്ടമായിരുന്നു. ചില മോർ ദാൻ ഇപ്പൊ കിങ്ലെയർ പോലെയുള്ള, ദേവിക വർമ്മയെ പോലെ ബോൾഡ് ക്യാരക്ടേഴ്സിൽ നിന്നൊക്കെ എനിക്ക് പാവമായിട്ടുള്ള ആ കഥാപാത്രമാണ് എന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നത്. ഇത്രയും പാവമായ സിസിലിയും ഈ പറഞ്ഞ സൂസൻ ഉണ്ട്, നമ്മുടെ സക്രിയയുടെ ഗർഭിണികൾ, കുറച്ചുകൂടെ അവർക്ക് പെയിന്, അവർക്ക് വെയിറ്റേജ് കൂടുതലാണ്. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് വർഷത്തിലെ നന്ദിനി സിനിമയുടെ ഒരു 50-55 മിനിറ്റിന് ശേഷം അങ്ങോട്ടേക്ക് ഈ ട്രോമയിലാണ് ഇവർ ജീവിക്കുന്നത്. അതായത് തുടങ്ങി പ്ലസന്റ് ആയി പ്ലേസ് ചെയ്ത് ഈ FDFS കാണുന്നവർക്ക് ഇത് ഭയങ്കര സർപ്രൈസ് ആണല്ലോ. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇവര് മറ്റേ പേറി നടക്കുന്ന ഭാരം എന്ന് പറയുന്നത് ഈ മകന്റെ മരണം എന്നുള്ളതാണ്. ഒരു സിനിമയുടെ ഒരു മെജോറിറ്റി പോർഷൻ അഭിനയിക്കുന്നത് ഈ സൈക്കോളജിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഈ കോണ്ടന്റ് തലയിൽ കിടന്നിട്ട് അതിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഓരോ ഇമോഷൻ, ഓരോ സീൻ, ഓരോ കോൺവെർസേഷൻ എല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നത്. നന്ദിനിയെ റീകളക്ട് ചെയ്യുന്നത്, അതായത് നന്ദിനിയായിട്ട് ഇത്രയും ദിവസം പെർഫോം ചെയ്യാന്നുള്ളത്, അതിന് ഹാങ് ഓവർ ഒക്കെ ശരിക്കും ഉണ്ടായിരുന്നു. നന്ദിനി ആദ്യത്തെ ഫസ്റ്റ് ഹാഫില് സാധാരണ ഒരു സ്ത്രീയാണ്, കുറച്ച് കുശുമ്പും കുന്നായ്മയും കമ്പാരിസണും. ഈവൻ എലൈറ്റിലാണ് കൂടി അതിന്റെ ഒന്നുമില്ല. അതിലുപരി മറ്റുള്ളവർ ആ കുട്ടി ഫസ്റ്റ് വാങ്ങിക്കുന്നു, എന്റെ കുട്ടി ഫസ്റ്റ്, അങ്ങനെയുള്ള സാധാരണ വീട്ടമ്മയുടേതായിട്ടുള്ള കുന്നായ്മ എന്ന് പറയുന്നത്. പിന്നെ അങ്ങോട്ട് അവർക്ക് വരുന്ന ഒരു ട്രാജഡി എന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഉറങ്ങാൻ കിടന്ന മകൻ. ഇതൊരു റിയൽ സ്റ്റോറിയുടെ ഒരു കുറച്ചൊക്കെ രഞ്ജിത്ത് ശങ്കർ സാറിന്റെ വളരെ പരിചിതമായിട്ടുള്ള അങ്ങനെ ഒരു റിയൽ സ്റ്റോറി, ചെറിയ കുറച്ചുള്ള ഒരു കാര്യമാണ്. അങ്ങനത്തെ ആളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ഈ മമ്മൂക്ക ചെയ്ത കഥാപാത്രം പോലെ. അപ്പൊ അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് അഭിനയിച്ചു. പ്രത്യേകിച്ച് ഒരു മരണം, അത് കഴിഞ്ഞ് അതുകൊണ്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു ആ ഒരു കഥാപാത്രം. സെക്കൻഡ് ഹാഫ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മമ്മൂക്ക ഭയങ്കര അതിനകത്ത് ജീവിക്കുന്ന പോലെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ മമ്മൂക്കയുടെ കൂടെ ഇങ്ങനെ നിന്നാ മതി, അങ്ങനെയായിരുന്നു. ഇത്രയും കാര്യത്തിൽ ശരിക്കും ഒരു ഹാങ് ഓവർ ഉണ്ടോ എന്നൊരു ഡിറ്റാച്ച്മെന്റ് ഈസി ആണോ? എനിക്ക് പക്ഷെ ഒരു ഈ ഡാൻസ് ചെയ്യുന്നോണ്ടേ, ഡാൻസിൽ നമ്മളെ ക്യാരക്ടേഴ്സ് ടക്ക് 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 മാറിയേ പറ്റും. ഭയങ്കര വില്ലനായിട്ടൊക്കെ ഉള്ള കഥാപാത്രങ്ങൾ, ഇപ്പൊ ദുശാസനൻ ചെയ്ത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ വിത്തിൻ സെക്കൻഡ്സ് പാഞ്ചാലിയിലേക്ക് മാറുന്ന പലതും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് നമ്മൾ തന്നെയാണ്. ദാറ്റ് ഈസ് ഈസി. അത് ഇമ്മീഡിയറ്റ്ലി നമ്മളൊരു ജതി പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്വരങ്ങൾ അടവുകൾ പെർഫോം ചെയ്യണം. അപ്പൊ നമുക്ക് ക്യാരക്ടർ അങ്ങനെ പിടിച്ചു നിൽക്കുക. സിനിമയിൽ മാത്രമാണ് പിന്നെയും നമുക്ക് അങ്ങനെ പറ്റും, ഡാൻസിൽ നമുക്ക് അത് ഒരിക്കലും സാധിക്കില്ല. പടയും പറയുന്ന മാറിയേ പറ്റും. അതുപോലെ സിനിമയിൽ എനിക്കങ്ങനെ ഒരുപാട് ക്യാരി ചെയ്ത് കുറച്ചൊരു ഹാങ് ഓവർ ഉണ്ടാവാം, ആ ഒരു സ്ട്രെസ് ഉണ്ടാവാം. ഖെദയിലെ കഥാപാത്രമൊക്കെ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരുന്നു, അതുണ്ടാവും കുറച്ച് സമയം, അത് ഒരുപാട് ദിവസങ്ങളൊന്നും നിൽക്കാറില്ല. ഈ ആശേഷി സംസാരിക്കുന്ന സമയത്തേക്ക് നമ്മളിപ്പോഴും ഈ ആക്ടേഴ്സ് വേണ്ടി പറയുമ്പോൾ പെർഫോമൻസ് പോലെ തന്നെ ചില പാട്ടുകളിൽ നമ്മൾ ഇവരെ വിഷ്വൽ ലോക്ക് ചെയ്ത് വെക്കല്ലോ. അത്തരത്തിൽ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ കടലിൽ കൺമഷി പോലെ ബഡ്ഡിയിലെ. അതൊരു ടോം ബോയ് ടൈപ്പ് ക്യാരക്ടറാണ്. ആശാ ശരത് എന്ന് പറയുന്ന നമുക്കറിയുന്ന ടെംപ്ലേറ്റിലുള്ള ആളല്ല. അതെയോ? ഞാൻ ആ കഥ കേൾക്കുമ്പോൾ രാജാണ് എന്റെ സംവിധായകൻ. കഥ അവസാനം വരെ ഞാൻ വിചാരിച്ചത് ഞാൻ ഭൂമി ചെയ്ത കഥാപാത്രമാണെന്നാണ്. പത്നിയാന്ന് വിചാരിച്ചു. ഞാൻ ഫുൾ കേട്ടിട്ട് അപ്പൊ ഞാൻ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ആസ്വദിച്ചു. കഴിഞ്ഞപ്പോ രാജു പറഞ്ഞു ആശിച്ച് ചെയ്യുന്നത് ഇതല്ല ഈ കഥാപാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു
ഞാൻ ആ ഒരു ധൈര്യത്തിലാണ്, രാജിന്റെ ഒരു ധൈര്യത്തിൽ ചെയ്തതാണ്. ആ പാട്ട് റീകളക്ട് ചെയ്യുന്നുണ്ടോ? അസല് പാട്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ആ പാട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ വിഷ്വൽസും ആണ്. അതെ അതെ അതെ, നല്ല വിഷ്വൽസ് നിങ്ങൾ ആണ്. ഒരുമിച്ചുള്ള കോംബോ അതെ അതെ, ഭൂമി എൻ്റെ നല്ലൊരു സുഹൃത്തുമാണ്. ഈ ഏറ്റവും പുതിയ വിശേഷം ആശകൾ ആയിരമാണ്. ഒരു ജയറാമേട്ടൻ തന്നെ പറഞ്ഞ പോലെ ഒരു പഴയ സത്യനന്ദിക്കാട് സിനിമ എന്ന് പറഞ്ഞിരുന്നു, കൂട്ടിച്ചേർത്തിരുന്നു അതെ ഈ അതെ. സിനിമയെ പറ്റി സംസാരിക്കുന്ന വേദികളിലെല്ലാം. ജൂഡിന്റെ ഈ സത്യനന്ദിക്കാട് സിനിമകളോടുള്ള ഭയങ്കര ഒരു ഇഷ്ടത്തെ പറ്റി പറഞ്ഞിരുന്നു. ഒരു കുടുംബമാണ് പ്രധാന പ്ലോട്ടായിട്ട് അവിടെ വരുന്നത്. നിങ്ങൾ 4 പേരടങ്ങുന്ന കുടുംബം. നമ്മൾ കണ്ട ടീസറിലും ഇതിലെല്ലാത്തിലും നിങ്ങളുടെ കെമിസ്ട്രി, വാട്ട് എവർ എക്സ്ചേഞ്ചുകൾ, റിയാക്ഷനുകൾ, ഇതിലെല്ലാം ഫ്ലോ നമുക്കറിയാം. നമ്മൾ ക്യൂ സ്റ്റുഡിയോ ഭയങ്കര ഫേവറേറ്റ് ആണ്, തൊട്ടടുത്ത് ഷൂട്ട് നടന്നത് കൊണ്ട്. നേരെ ഓപ്പോസിറ്റ് വീട്. എന്താ ശരിക്ക് ആശകളായിരം? ആശകളായിരത്തിൽ നമ്മൾ കണ്ട ആശാശരത്തിൽ എന്താണ് പുതിയതായിട്ടുള്ളത്? പലരും ചോദിച്ചൊരു ചോദ്യം, സുമയുമായിട്ട്, അനുരാഗ കരിക്കിൻകളത്തിലെ സുമയുമായിട്ട് എത്ര ബന്ധമുണ്ട്? അതിനും ഞാൻ ആശയാണ് കേട്ടോ. ആശകളായിരത്തിലെ കഥാപാത്രത്തിന്റെ പേര് ആശ എന്നാണ്. സ്വന്തം പേരിൽ സിനിമ അഭിനയിക്കാൻ പറ്റിയ സന്തോഷം. അപ്പൊ ആശയും സുമയും തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. ഇതൊരു കുടുംബമാണ്, ഒരു വീടാണ്. വീട്ടിൽ ഭാര്യയും ഭർത്താവും മകനും മകളും ഉണ്ട്. അവര് തമ്മിലുള്ള, എല്ലാ കുടുംബത്തിലും ഉണ്ടല്ലോ അവര് തമ്മിലുള്ള സംസാരങ്ങൾ. ഇപ്പം മക്കള് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അമ്മമാര് കൂടെ നിൽക്കുക, അല്ലെങ്കിൽ അച്ഛൻ കൂടെ നിൽക്കുക. എന്റെ വീട്ടിൽ പക്ഷെ തിരിച്ചാണ്. എന്തെങ്കിലും ഉണ്ടായാൽ ശരത്തേട്ടനാണ് അവരോട് ആദ്യം നിൽക്കുക. ഞാൻ കുറച്ച് ബില്ലത്തിയായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. കാര്യം ഹീസ് വെരി കൂൾ. അപ്പൊ ഒരാള് കുറച്ച് പിള്ളേരെ പിടിച്ചല്ലേ പറ്റുള്ളൂ വെച്ചാൽ ഞാനാണ് ഈ ഒരു റോൾ എടുക്കുന്നത്. വഴിയില്ലാത്തോണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും നല്ലതാണെങ്കിൽ മാറി നിന്ന് അവരോട് നമ്മൾ പറയാം അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ വേറൊരാള്, ഇവൻ അച്ഛനാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റൊരാളാണെങ്കിൽ മക്കളെ കുറ്റം പറയുമ്പോൾ നമ്മൾ അവരോടൊന്ന് ചേർത്ത് പിടിക്കാൻ എല്ലാ അമ്മമാരും ശ്രമിക്കും. അങ്ങനെയുള്ള ഭയങ്കര സ്നേഹനിധിയായിട്ടുള്ള ഒരമ്മ. പക്ഷെ എല്ലാ കുരുത്തക്കേടിനും കൂടെ നിൽക്കുന്നോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും നിൽക്കില്ല. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും. അങ്ങനെയുള്ള ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ്സിൽ, എന്നാൽ വലിയ എന്താ പറയാ, വലിയ പട്ടുസാരി ഒന്നും കൊടുത്ത് അങ്ങനെയൊന്നും അല്ല. ഉള്ള ആകെ 2-3 ഡ്രസ്സേ ഉള്ളൂ. ഇട്ടത് മാത്രം കൊണ്ട് സാധാരണക്കാരൻ്റെ അജീഷാണ് മകൻ. ഹരിഹരന്റെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു പാവം ഭാര്യ. അത്രേ ഉള്ളൂ. കാശൊക്കെ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് ആരും അറിയാതെയൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലെ അമ്മമാരെ പോലെ അങ്ങനത്തെ ഒരു സ്ത്രീയാണ് ആശ. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴേ നമ്മൾ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ ആശയെ പോലെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവാം. പല സ്റ്റേജിന്, നമ്മുടെ തന്നെ ലൈഫിന് പല സ്റ്റേജ് കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ആശ ശരത്ത് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരെ കാണുന്ന പെർസ്പെക്റ്റീവ് ആയിരിക്കത്തില്ല ഒരു മിഡ് 20s പോകുമ്പോൾ, 40s പോകുമ്പോൾ. അതിലൊരു വേരിയേഷൻ ഉണ്ട്. ഇവരെ കാണുന്ന രീതി മാറുന്നുണ്ട്. ഇങ്ങനൊരു ക്യാരക്ടർ പെർഫോം ചെയ്യുന്ന സമയത്തേക്ക് ഇത്രയും കാലം കണ്ട ഈ ആശകള്, ഇവരുടെ എല്ലാം പല വേർഷൻസ്, പെർഫോമൻസ് ശരിക്കും അതൊരു ഭയങ്കര സമ്പത്തല്ലേ ഇത് പെർഫോം ചെയ്യുന്ന സമയത്ത്. കുഞ്ഞു കുഞ്ഞു നുവാൻസുകളിലാണെങ്കിലും ആക്ഷൻ, റിയാക്ഷൻ, എല്ലാത്തിലും അത് പെർഫോം ചെയ്യുക എന്നുള്ളത് കുറച്ചുകൂടെ എളുപ്പമാവുന്നുണ്ടോ ഇത്രയും റിസോഴ്സ് കയ്യിലുള്ളത് കൊണ്ട്? കുറെ ആൾക്കാരെ നമ്മൾ, പ്രത്യേകിച്ച് ഞാനൊരു അധ്യാപികയും കൂടെ ആയതുകൊണ്ട് നമുക്ക് കുട്ടികളെ റിലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കുട്ടികളെ പിന്നെ നമ്മുടെ സ്കൂളിൽ കുറെ സ്റ്റുഡൻസ് ഉണ്ട്, 10,000 പിള്ളേരുണ്ട്. ഈ 10,000 കുട്ടികൾ എന്ന് വെച്ചാൽ 10,000 പേരൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും. ഒരു കുട്ടിയുടെ അച്ഛനും അമ്മ എന്ന് പറയുമ്പോൾ അത് 1000 സ്വഭാവമുള്ളവരായിരിക്കും. ഇവരൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യും. ഇവരുടെയൊക്കെ ഒരു സ്വഭാവം, ഇവരുടെയൊക്കെ സ്നേഹം, അല്ലെങ്കിൽ ചെറിയ സ്വാർത്ഥത, ഇങ്ങനെ പറയുന്നവരുണ്ട്. ഞാനും എൻ്റെ കുട്ടിയും മറ്റേ കുട്ടിയും ഒരുമിച്ച് ഡാൻസ് പഠിക്കാൻ തുടങ്ങി. പക്ഷെ എൻ്റെ കുട്ടിയല്ല, ആ കുട്ടി നല്ലോണം കളിക്കുന്നു. അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഓരോരുത്തരുടെ കഴിവ്. ഞാൻ എക്സാം തിരിച്ചു ചോദിക്കും, ഒരു ക്ലാസ്സിൽ 10 കുട്ടികൾ പഠിക്കുന്നു, അല്ലെ 50 കുട്ടികൾ, ഒരു കുട്ടിയല്ലേ ഫസ്റ്റ് ആവുള്ളൂ, ഒരു കുട്ടി സെക്കൻഡ് ആവും. അത് ഓരോരുത്തരുടെ കഴിവ് പോലെ ഇരിക്കും, ജന്മജ്ഞാനം പോലെ ഇരിക്കും. പക്ഷെ വി വിൽ കം അപ്പ് എന്നൊക്കെ സമാധാനിപ്പിച്ചു വിടും. അങ്ങനെയുള്ള കുറെ ആൾക്കാരെ കാണുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ മാനറിസംസ്, അല്ലെങ്കിൽ അത് നമുക്ക് ഒപ്പിയെടുക്കലല്ല, പക്ഷെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അത് ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ സബ്കോൺഷ്യസ്ലി ആ ട്രീറ്റുകൾ നമ്മുടെ അറിയാണ്ട് വരുന്നതാണ്. ബോഡി ലാംഗ്വേജ്, പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, അടുക്കളയിലത്തെ ഒരു ബോഡി ലാംഗ്വേജ്, നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഉള്ളത്, അതൊക്കെ തനിയെ വരുന്നതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഹസ്ബൻഡും മകനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സ്നേഹവും മകളും തമ്മിലുള്ള, ഇതൊക്കെ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ വീട്ടിൽ നമ്മൾ കാണുന്നതായതുകൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പല സൊസൈറ്റികളിലെ ഫാമിലി സ്ട്രക്ചറിനെ പറ്റി നമ്മൾ പറയുന്ന സമയത്തേക്ക് എത്ര രീതിയിലൊക്കെ വേരി ചെയ്താൽ പോലും അമ്മ എന്ന് പറഞ്ഞ ഇമോഷൻ എല്ലായിടത്തും യൂണിവേഴ്സൽ ആയിട്ട് കോമൺ ആയി. അതിലൊരു അറ്റാച്ച്മെന്റ് ഫാക്ടർ ഉണ്ട്, ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്, കംഫേർട്ട് ഉണ്ട്. ഈ അമ്മ എന്നുള്ളത് നമ്മൾ തന്നെ മലയാളത്തിൽ പല രീതിയിൽ, പല ആവർത്തി, പല ആക്ടേഴ്സ് അമ്മ വേഷങ്ങളിൽ ഇവിടെ പെർഫോം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ ടച്ച് ചെയ്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആശ ചേച്ചി അങ്ങനെ ഒരു
ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്നൊരു സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു അമ്മ ക്യാരക്ടർ, അത് ഭയങ്കര പേഴ്സണലായി തോന്നുന്ന അങ്ങനെ ഒരു സിനിമ ക്യാരക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും കണക്ട് ചെയ്യുന്നത്? ഞാൻ ചെയ്ത അമ്മ കഥാപാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പാവാടയിലെ സിസ്ലി തന്നെയാണ്. കാര്യം പെയിൻഫുൾ ആയിട്ടുള്ള അതെ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അമ്മ. അല്ലാതെ കെ പി സുലത ചേച്ചി ചെയ്തത്, കവിയൂർ പൊന്നമ്മ ചേച്ചി ചെയ്തിട്ടുള്ള എത്ര എത്ര സുകുമാരി കഥാപാത്രങ്ങളുണ്ട്. അമ്മയുടെ സുകുമാരി ക്യാരക്ടേഴ്സ് അമ്മയുടെ ഉണ്ട്. അങ്ങനെ ഒരു സിനിമ നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് കഥാപാത്രങ്ങൾ, എത്ര സിനിമകൾ പറയണം, അങ്ങനെ ഒരു സിനിമ അതെ, എടുത്ത് സത്യം പറയാൻ പറ്റില്ല. സത്യം. എത്രയോ ഒരുപാട് സിനിമകൾ പറയണം. ക്യാരക്ടേഴ്സ്. പെട്ടെന്ന് ഒരു സിനിമ മാത്രം എടുത്ത് പറയാൻ പാടില്ല. അത്രയധികം അമ്മമാര് നമുക്കുണ്ട്. അതെ, ഇൻഡസ്ട്രിക്ക് എത്ര അതെ, അമ്മമാരുണ്ട്. എത്ര അമ്മ ഈ പെട്ടെന്ന് ഈ പറഞ്ഞ ഈ ലിസ്റ്റിൽ തന്നെ എത്ര അമ്മമാരുണ്ട്. അതെ 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 അതെ. ആശകളായിരം വരെയുള്ള ജേണിയിൽ ആശ ചേർത്തുന്ന ഒരു ആക്ടറെ ഈ പറഞ്ഞ ആളുകളോട് കൂടുതൽ എത്തിയിട്ടുണ്ട്. ജനപ്രിയമാണ്. കുങ്കുമപ്പൂ മുതലുള്ള ഒരു ട്രെൻഡ് സെറ്റർ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് എന്നതിനോട് നമ്മൾ ചേർത്ത് വായിക്കുന്നത് ഉറപ്പായിട്ടും പ്രൊഫസർ ജയന്തി മുതലുള്ള ജേണി ആയിരിക്കുമല്ലോ. അതിലെല്ലാം ആശ ചേർത്ത് വളരെ കോമൺ മാന് പ്രിയപ്പെട്ട ആളാണ്. പല ക്യാരക്ടേഴ്സും കണ്ടിട്ടുണ്ട്. എങ്കിലും ഒരു ആക്ടറെ കരിയറിലെ ഒരു ബ്രേക്ക് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന പോലെ സംഭവിച്ചതായിരുന്നു ദൃശ്യം വരുന്ന സമയത്തേക്ക്. ഗീത പ്രഭാകർ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റാത്ത വേറെ തന്നെ ഡയമെൻഷനിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അതെ. ഈ ഗീത പ്രഭാകറിനെ കുറിച്ച് കേൾക്കുന്ന ഫസ്റ്റ് ലൈൻ ശേഷം ഇവരെ ഫുൾ ഓഫ് ചെയ്യുമെന്ന് ഉറപ്പിച്ച് യെസ് പറയുന്ന മൊമെന്റ്, അത് രണ്ടും എങ്ങനെയായിരുന്നു? സ്ക്രിപ്റ്റ് ഈ സിനിമയെ കുറിച്ചിട്ട് ആദ്യം എന്നോട് പറയുന്നത് ലാലേട്ടനാണ്. അതിനു മുമ്പ് ഞാൻ ലാലേട്ടൻ്റെ കൂടെ കർമ്മയോദ്ധ എന്ന് പറയുന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കർമ്മയോദ്ധ രണ്ടാമത്തെ മൂന്നാമത്തെ അതാണ് സിനിമ. അതിന് ദൃശ്യത്തിന് മുന്നേ ആണത്. അപ്പം ലാലേട്ടനാണ് എന്നെ വിളിച്ച് പറയുന്നത്, ഇങ്ങനെ ജിത്തു സാറ് വിളിക്കും, ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് കേൾക്കൂ എന്ന് പറയുന്നത്. ജിത്തു സാർ എന്നെ വിളിച്ച്, ഞാൻ ദുബായിലാണ് ഇപ്പോഴും, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിൻ്റെ താഴെ നിൽക്കുമ്പോഴാണ് ജിത്തു സാറ് വിളിക്കുന്നത്. സാർ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ഇങ്ങനൊരു കഥാപാത്രമുണ്ട്, സ്ക്രിപ്റ്റ് അയക്കുന്നു എന്ന് പറഞ്ഞു. ആദ്യം ഞാൻ ധരിച്ചത് ഞാൻ ചെയ്യുന്നത് മീന ചെയ്ത റോളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നീടാണ് സാറ് പറയുന്നത് ഇത് മറ്റേ റോളാണ്, പോലീസ് റോളാണ്. അപ്പോൾ പോലീസ് റോള് ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പോലീസുമായിട്ട് എനിക്ക്, ഞാനൊരു ജീവിതത്തിൽ ഒരു പാൻറ് ഷർട്ട് ഇടുന്ന ആൾ പോലും അല്ല, എങ്ങനെയാന്നുള്ളൊരു, പക്ഷെ അവരൊരു ധൈര്യത്തിലാണ് അത് ചെയ്തത്. പക്ഷെ സ്ക്രിപ്റ്റ് വായിച്ചത്, ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിരുന്നു. വായിച്ചു കഴിഞ്ഞ് അവസാനം എത്തുമ്പോൾ ആ സിനിമ കാണുമ്പോൾ നമുക്കുള്ള ഒരു ശ്വാസമുട്ടുണ്ടല്ലോ, അതേ ശ്വാസമുട്ട് ഫുൾ അനുഭവിച്ചു. അടച്ചു. ഞാൻ ഒന്നുകൂടെ സ്ക്രിപ്റ്റ് വായിച്ചു. 2 പ്രാവശ്യം അടുപ്പിച്ച് ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചു. ആദ്യത്തെ അവസാനത്തെ സിനിമയാണ് അങ്ങനെ വായിച്ചിട്ടുള്ളത്. ആ ശ്വാസമുട്ട് ഞാൻ ഫുള്ളി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് ക്യാരി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് വലിയ ടെൻഷനായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ കുങ്കുമപ്പൂ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ദൃശ്യം ഷൂട്ടിംഗ് നടക്കുന്നതും റിലീസാവുന്നതും എല്ലാം. അപ്പൊ എന്നെ പ്രേക്ഷകർ കുങ്കുമപ്പൂലെ ജയന്തി ടീച്ചറായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി പെട്ടെന്ന് എന്നെ ഇപ്പോഴത്തെ ഒരു പോലീസും ഇത്രയും ഒരു പവർഫുൾ, ഇത്രയും വലിയൊരു സിനിമ, അതിൽ എന്നെ എങ്ങനെ കാണുമെന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഇവർക്ക് വളരെ, മലയാളി ഓഡിയൻസസ് വളരെ ബ്രില്യൻ്റ് ആണ്. ആശ വിചാരിക്കുന്ന മാതിരി ഒന്നും അല്ല. അവർ ഇത് കഥാപാത്രമായി കാണാൻ അവർക്ക് അറിയാം എന്നൊരു ധൈര്യം തന്നത് ജിത്തു സാറാണ്. ആ ഒരു ധൈര്യത്തിലായിരുന്നു ആ കഥാപാത്രമായത്. പക്ഷെ ചെയ്ത് വരുമ്പോൾ എനിക്ക് വലിയ കൺഫ്യൂഷൻസും ടെൻഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ ഒരു ധൈര്യത്തിലാണ് ആ കഥാപാത്രമായതും ചെയ്തതും. പക്ഷെ ഇത്രയും വലിയൊരു സിനിമയാവുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇതൊരു ഗീത പ്രഭാകരന്റെ ഏറ്റവും രസമുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഡയലോഗ്സിന് പുറമേ ആയിട്ട് കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത റിയാക്ഷൻസ് ഉണ്ടല്ലോ. ഈവൻ മറ്റേ പശുക്കുട്ടിയെ കിട്ടുന്ന സമയത്തുള്ള റിയാക്ഷൻ, അല്ലാതെ ഈ ജോർജ് കുട്ടി റിവീലിംഗ് പോയിന്റുള്ള റിയാക്ഷൻ, ഈ ടെൻഷൻ ബിൽഡപ്പ് സീനുകളിലുള്ള റിയാക്ഷൻ, റിയാക്ഷനിൽ ഗീത പ്രഭാകരന്റെ റിയാക്ഷൻ ആണ് ഓൾമോസ്റ്റ് പ്രേക്ഷകരുടെ റിയാക്ഷൻ. ഇതെല്ലാം റിവീൽ ആവുമ്പോഴോ ഇങ്ങനെയായിരുന്നോ നിങ്ങൾ ഷോക്ക് ആവുന്നിടത്താണ്. അതെ അതെ അതെ. അതിൽ തന്നെ പിന്നെ മറ്റേ ഈ 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല, അത് ഭയങ്കര അതിപ്പോഴും ട്രോള് വരുമ്പം അത് കാണാറുണ്ട്. ആ പെർട്ടിക്കുലർ പോർഷൻ എടുത്തിട്ട് ഭാഗ്യമാണ് ആ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. അതിൽ തന്നെ തമിഴിലും കന്നഡയിലും സെയിം ക്യാരക്ടർ ചെയ്യുന്നു. ശരിക്കും അതെല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലോ. ഒരേ കോണ്ടന്റിന്റെ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രിയുടെ പാർട്ടാവാന്ന് സെയിം ക്യാരക്ടറായിട്ട്. അത് ശരിക്ക് എന്താ ആ ഒരു മൊമെന്റ്, കാരണം റിപ്ലിക്കേറ്റ് ചെയ്യാണോ അതോ അവിടെ ചെല്ലുന്ന സമയത്ത് ഫീഡുകൾ മാറുന്നുണ്ടോ, എന്തായാലും ഓൾമോസ്റ്റ് സെയിം, സീൻ ബൈ സീൻ സെയിം തന്നെയാണ് എല്ലാത്തിലും ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ ചെയ്ത പോലെ അത് റെഫറൻസ് വെച്ചിട്ടാണല്ലോ. ജിത്തു സാർ തന്നെയാണ് തമിഴ് ചെയ്തത്. സെയിം ക്രൂ ആയിരുന്നു, സുജി ആയിരുന്നു ക്യാമറ, എല്ലാവരും സെയിം ആയിരുന്നു. ഞാനായിരുന്നു ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത്. കന്നഡത്തിൽ ചെയ്യുമ്പോൾ പി വാസു സാറായിരുന്നു സംവിധായകൻ. പക്ഷെ എന്നാലും ഈ ഒരു എല്ലാത്തിൻ്റെ സീൻ ബൈ സീൻ സ്ക്രിപ്റ്റും എല്ലാം ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഒരു സിനിമയാണ് വീണ്ടും ചെയ്യുന്നത് നമുക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. കാര്യം എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാവരും വേറെ വേറെ ആളുകളാണ്, വേറെ ഭാഷയാണ്.
പിന്നെ എടുക്കുന്ന രീതിയും, സ്പെഷ്യലി എന്താ വെച്ചാൽ ലാലേട്ടൻ ക്യാരക്ടർ കൺസീവ് ചെയ്ത രീതിയിലല്ല കമൽ സാർ ചെയ്തത്, കമൽ സാർ ചെയ്ത രീതിയിലല്ല രവിചന്ദർ സാർ ചെയ്തത്. അപ്പോൾ 3 കഥാപാത്രങ്ങൾ ചെയ്യുന്ന പോലെയാണ് 3 പേര് ചെയ്തത്. അപ്പം നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ എക്സാക്ട്ലി സെയിം സീനാണ്, സെയിം സിനിമയാണ് നമുക്ക് തോന്നിയിട്ടില്ല. ഇല്ല, അങ്ങനെ തോന്നുകയില്ല. കാര്യം കമൽ സാർ വളരെ ഇമോഷണൽ ആയിട്ടാണ് ആ കഥാപാത്രത്തിനെ ക്യാരി ചെയ്തിരുന്നത്. വളരെ സ്വയംപുലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ. ലാലേട്ടൻ അത് വളരെ വളരെ സെറ്റിലായി ചെയ്തു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ നമ്മൾക്ക് ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. നമുക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീനൊക്കെ ലാലേട്ടൻ വളരെ സിമ്പിൾ ആയിട്ട് വളരെ സെറ്റിൽ ആയിട്ട് ചെയ്തു. കമൽ സാർ ആ ലാസ്റ്റ് സീൻ ഭയങ്കര ഇമോഷണലി ആണ് ചെയ്തത്. ഈ സമയത്ത് ലാലേട്ടന്റെ സിറ്റുവേഷൻ നമുക്ക് ഭയങ്കര ഹൗ ഡെയർ എന്നുള്ളൊരു ദേഷ്യത്തിലോടുകൂടി നമ്മൾ നിൽക്കുന്നതിനെ കമൽ സാർ ചെയ്യുമ്പോൾ പല സമയത്തും അദ്ദേഹം കരയുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ കൈവിട്ട് നമ്മുടെ ആ ഒരു അവസ്ഥയില്ല. അങ്ങനെ ആവാൻ പാടില്ല. പക്ഷെ അങ്ങനെ 2 രീതിയിലാണ് ചെയ്തത്. അപ്പൊ ഒരു സിനിമ വീണ്ടും വീണ്ടും ചെയ്യാണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല. കമൽ സാറായിട്ടുള്ള കൊളാബറേഷൻ പിന്നെയും വന്നല്ലോ, തൂങ്കാവനത്തില് വരുന്നു. അത് ശരിക്കും ഒരു മൊമെന്റ് ആണല്ലോ. സാർ വീണ്ടും വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. തൂങ്കാവനം ഈ പറഞ്ഞ റീമേക്ക് ആണ്, ബട്ട് സ്റ്റിൽ ഇൻ അനദർ സ്റ്റൈൽ, അനദർ വേ. ഈ കമൽഹാസനായിട്ടുള്ള കൊളാബറേഷൻ എനിക്ക് ചോദിക്കാനുള്ള തമിഴ് ഇൻഡസ്ട്രി ഓൾറെഡി നമ്മളെല്ലാം ചെറുപ്പം മുതലേ കേൾക്കുന്ന ലെജൻസിൽ ടോപ്പ് ലെവൽ അല്ലെങ്കിൽ എപ്പെക്സിൽ പറയുന്ന പേരാണ് കമൽഹാസൻ എന്നുള്ളത്. അദ്ദേഹത്തിന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയല്ല. അത് ശരിക്ക് എല്ലാ കാലത്തും ചെറിഷ് ചെയ്യാനുള്ള മൊമെന്റ് ആണോ, എന്തായിരുന്നു അത്? ഭയങ്കരമായിട്ട്. കാരണം ഞാൻ ഭയങ്കര കമൽ സാർ ഫാനാണ്. ഡാൻസ് ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് സാഗര സംഗമത്തിലെ ഡാൻസസ് ഒക്കെ ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് ചെറിയ കാലം മുതൽ ഒരു പോസ്റ്ററൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. പഴയ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്നു ആ കാലത്ത്. കമൽ സാറിന്റെ ആ സാഗര സംഗമത്തില് അതന്നെ ശിവന്റെ ഒരു പോസ്റ്റ് നിന്നിട്ടില്ല. നമ്മളൊക്കെ ഡാൻസേഴ്സിന്റെ ഒക്കെ ഒരു ഡ്രീമാണ് കമൽ സാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനോടൊപ്പം ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഞാനൊന്നും ഉണ്ടായിരുന്നേ ഇല്ല തമിഴില്. എല്ലാം വേറെ വേറെ വലിയ വലിയ ആർട്ടിസ്റ്റുകളായിരുന്നു. നമ്മളൊക്കെ ഒരുപാട് ഇങ്ങനെ നോക്കി കാണുന്ന ആർട്ടിസ്റ്റായിരുന്നു എൻ്റെ കഥാപാത്രം ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടത്. അപ്പൊ ആ ഒരു സന്തോഷം എനിക്കപ്പം ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ തുടക്കം ചെയ്തിട്ട് അത് വേറെ ആൾ ചെയ്യുന്നത് ഇത്രയും വലിയൊരാൾ ചെയ്യുന്നല്ലോ. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവസാനമാണ് ഞാനൊക്കെ ലിസ്റ്റിൽ വന്നത്. എന്നെ വിളിക്കുകയൊക്കെ ജിത്തു സാർ വിളിക്കുകയൊക്കെ ചെയ്ത്. ഈവൻ ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് മുന്നെയാണ്. അതുവരെ മലയാളത്തിൽ നിന്ന് ആരുമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതൊരു ഒരു ഭയങ്കര സന്തോഷമോ ടെൻഷനോ എല്ലാം കൂടെ കലർന്നിട്ടുള്ള ഭയങ്കരമായിട്ട് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന മൊമെന്റ്സ് ആണ്. അദ്ദേഹത്തിനോടും ഒപ്പമുള്ള സ്ക്രീൻ സ്പേസും. അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്ന മുഴുവൻ മലയാളത്തിലായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് എനിക്കറിയാത്ത തമിഴിലൊക്കെ ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം ഭയങ്കര ഭയങ്കര കടുകട്ടി മലയാളമല്ലേ, വളരെ കൃത്യമായിട്ടുള്ള മലയാളത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വളരെ വളരെ സിനിമകളെ കുറിച്ച് അദ്ദേഹത്തിന്, മലയാള സിനിമയിലെ ഏറ്റവും പുതിയ സിനിമകളെ കുറിച്ചും എല്ലാ ആക്ടേഴ്സിനും എല്ലാത്തിനെയും കുറിച്ച് അദ്ദേഹത്തിന് ഫുൾ അവെയർ ആണ് അബൌട്ട് അവർ ഇൻഡസ്ട്രി. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം. പഴയ സിനിമകളിലെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുമായിരുന്നു ഞാൻ, ഈ ഡാൻസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്. അപ്പൊ അതൊക്കെ പതുക്കെ എഴുന്നേറ്റ് കാണിച്ചു തരാ. അതൊക്കെ ഒരു ഭയങ്കര എപ്പോഴും ചെറിയ ചെയ്യുന്ന മൂവ്മെന്റ്സ് ആണ്. അവിടെയാണ് ഞാൻ എപ്പോഴും ആശ്രയിച്ച് ലക്കിയെ കാണുന്നത്. നമുക്ക് ഈ അവരുടെ ലെജൻസിന്റെ കയ്യിൽ നേരിട്ട് കഥ കേൾക്കാമല്ലോ. എന്തൊക്കെ കഥകളാണ്, കുറെ കഥകൾ കേൾക്കാൻ പറ്റും. അതിപ്പം ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയുടെ ആണെങ്കിലും ആ കാലത്തെ കഥകൾ, സുരേഷ് ചേട്ടൻ്റെ കൂടെ നമ്മുടെ പാപ്പൻ സുരേഷ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലൂടെ ഇത്രയും വലിയ ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് ജയറാമേട്ടൻ ഇപ്പൊ അഭിനയിച്ചപ്പം അനുഭവിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അത് അനുഭവം തന്നെയായിരുന്നു. അഭിനയിച്ചപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, ഞങ്ങൾ രണ്ടുപേരും പെരുമ്പാവൂരുകാരാണ്. പെരുമ്പാവൂരത്തെ കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞാലും തീരില്ല. ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഇടവഴികളിലൂടെ, അടുത്തടുത്ത സ്ഥലമാണ്. അപ്പൊ അവിടുത്തെ വിശേഷം, ഇവിടുത്തെ വിശേഷം, അമ്പലത്തിലെ വിശേഷം, ഉത്സവത്തിന്റെ വിശേഷം. പഠിച്ചതൊരു കോളേജിലാണ്, കാലടി ശങ്കര കോളേജിലാണ്. പക്ഷെ 2 കാലഘട്ടത്തിലാണെങ്കിലും പറയാൻ 1000 വിശേഷങ്ങളാണ്. അപ്പൊ സിനിമാ വിശേഷങ്ങളും ഈ വിശേഷങ്ങളൊക്കെ കേട്ടിരിക്കലന്നെ വലിയൊരു സുഖമാണ്. ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ മറ്റേ 13 എപ്പിസോഡ് സീരിയലുകൾ മുതലുള്ള ലോങ് ജേണി, അതിൽ തന്നെ ബ്രേക്ക് വരുന്നത് ലൈഫിൻ്റെ മറ്റൊരു സ്റ്റേജിലാണ്. അവിടുന്ന് വളരെ ഹാപ്പിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കരിയർ. എവിടെയാണ് ശരിക്കും സിനിമ ഹിറ്റ് ചെയ്യുന്നത്? ഡാൻസ് കൂടെയുണ്ട്, അഭിനയിക്കണമെന്ന് എവിടെയാണ് തോന്നുന്നത്? എവിടെയായിരുന്നു തോന്നിയത്? സിനിമ ഒരിക്കലും അഭിനയം ഒരു പ്രൊഫഷൻ ആക്കണം എന്ന് ഞാൻ അന്നും ഇന്നും വിചാരിച്ചിട്ടില്ല. അതാണ് സത്യം. സിനിമ എനിക്കൊരു ഇഷ്ടമാണ്, ഒരു മോഹമാണ്, അല്ലെങ്കിൽ ഒരു സ്വപ്നമാണെന്നല്ല. സ്വപ്നങ്ങൾ എന്നും സംഭവിക്കില്ല. സ്വപ്നങ്ങൾ വല്ലപ്പോഴും ഒക്കെയാണ് സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്. നൃത്തം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നൃത്തം എനിക്ക്
എൻ്റെ ഒരു നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ വലുതാവുമ്പോൾ ഇന്ന ജോലി ചെയ്യും, ഡോക്ടറാവും, എഞ്ചിനീയർ ആവും എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ മനസ്സിൽ ഞാനൊരു നൃത്ത അധ്യാപികയോ നർത്തകി കൂടിയല്ല, നൃത്ത അധ്യാപികയാവും എന്നാണ് എൻ്റെ മനസ്സിൽ. എങ്ങനെയാണ് ഞാൻ അവസാനം ഒരു കോളേജിലൊക്കെ പഠിക്കുന്നവരെയും കഴിഞ്ഞു. ഇപ്പോൾ പഠിച്ചത് കോമേഴ്സ് ആണ്. ഞാനിപ്പോൾ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞു, ദുബായിക്ക് പോകുന്നു, അവിടെ ഞാൻ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. കാര്യം എൻ്റെ അമ്മ അങ്ങനെയാണ്. അമ്മ കലാമണ്ഡലം സുമതിയാണ്. അമ്മ പെർഫോമർ എന്നതിലുപരി അധ്യാപികയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ അധികം പിന്നെ സ്റ്റേജ് അധികമില്ല, എന്ന് വെച്ചാൽ പെർഫോമൻസിനുള്ള വേദികൾ കുറവാണ്, ആ കാലത്തൊക്കെ വളരെ കുറവാണ്. പിന്നെ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു, അതിൽ സന്തോഷമായിരിക്കുന്നു എന്നൊക്കെ ഉള്ള തന്നെയായിരുന്നു എൻ്റെ സ്വപ്നങ്ങൾ. ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഈവൻ അതൊന്നും അല്ലാതെയാണ് ഞാനൊരു പെർഫോമർ എന്നുള്ള രീതിയിലേക്ക് പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു വഴിയായിരുന്നു. ഒരു 10-14 വർഷം ഞാൻ കളിച്ചിട്ടില്ല. എൻ്റെ മക്കള് കുറച്ച് വലുതാവുന്നവരെ, പ്രഗ്നൻസി, കുഞ്ഞുവാവകൾ വലുതാവുന്നു, അപ്പം ഞാൻ പഠിപ്പിക്കുമായിരുന്നു. എപ്പോഴും നൃത്തം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ പെർഫോമൻസ് വളരെ കുറവായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഒരു അഭിനയത്തിലേക്ക് പെട്ടെന്ന് വരുന്നത്. ആദ്യകാലത്ത് അഭിനയത്തിന് ഓഫേഴ്സ് വന്നപ്പം അച്ഛനമ്മമാര് സമ്മതിച്ചിട്ടില്ല. കമലദളം പോലെയുള്ള, കാബൂളിവാല പോലെയുള്ള നല്ല നല്ല ചിത്രങ്ങളിൽ നിന്നാണ് ഓഫേഴ്സ് വന്നിട്ടുള്ളത്. 2 ചിത്രങ്ങളിൽ നിന്നും എനിക്ക് കമലദളത്തിലേക്ക് എന്നെ വിളിക്കുന്നത് ജയറാമേട്ടനാണ്. ജയറാമേട്ടനാണ് എന്നെ വിളിച്ചു പറയുന്നത്, ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ പ്രണവാച്ച ഒരു കഥാപാത്രമുണ്ട്, അവിടെ ആശ വിളിക്കുന്നുണ്ട്. പത്രത്തിൽ പടം വന്നിട്ടുണ്ട്. ആ വർഷം എനിക്ക് നാഷണൽ ലെവലിൽ ഒരു ഫസ്റ്റ് കിട്ടിയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. പത്രത്തിൽ പടം വന്നപ്പോൾ ഇവർ ഡാൻസിന്റെ കുട്ടികളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. മോനിഷ ചെയ്ത റോള്. അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്ന്. ജയറാമേട്ടനാണ് വിളിച്ചു പറയുന്നത്. അടുത്ത വീടുവാണല്ലോ. അപ്പം അച്ഛനും അമ്മയും പറഞ്ഞു കല്യാണമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം സിനിമയിൽ അഭിനയിച്ചാൽ കല്യാണമൊക്കെ പ്രോബ്ലം ആവുന്നൊരു തോന്നലുള്ള കാലഘട്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ജയറാമേട്ടനോട് പറഞ്ഞു, അങ്ങനെ പറയരുത്, വലിയ ആളുകളാണ് വിളിക്കുന്നത്, അവിടെ പോയി അവർ കണ്ട് സംസാരിക്കണം. ഞാൻ അച്ഛനും അമ്മയും അവിടെ പോയി ലൊക്കേഷനിൽ. അന്ന് ഞാൻ ആദ്യമായിട്ട് പാർവതിയെ ലൊക്കേഷനിൽ കാണുന്നു. അവിടെ വെച്ച് ഞാൻ കണ്ടു, കമലദളത്തിന്റെ ലൊക്കേഷനിൽ വെച്ച്. അന്ന് ഞാൻ ലാലേട്ടനെ കണ്ടു, സിബി സാറിനെ കണ്ടു, ലോയ് സാറിനെ കണ്ടു. വിളിച്ചതിൽ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു. പക്ഷെ അച്ഛനമ്മ പറഞ്ഞു തൽക്കാലത്തേക്ക് ഇതാണ് സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞു, വളരെ നന്ദിയൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പൊ സിനിമയൊന്നും എൻ്റെ മോഹത്തിലോ എൻ്റെ സ്വപ്നത്തിന്റെ ഒരു അറ്റത്ത് പോലും ഇല്ല. പിന്നെ എങ്ങനെയൊക്കെയോ ആണ്, വിവാഹശേഷം നിനക്ക് കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ചിറകുണ്ടെങ്കിൽ അത് പറക്കാൻ പറ്റുമെങ്കിൽ പറക്കണം എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. സോ അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അതിനൊരു കഴിവുണ്ടെങ്കിൽ, എനിക്ക് അതിനൊരു കഴിവില്ല എന്ന് ശരത്തേട്ടൻ പറയും, ശരത്തേട്ടന്. പക്ഷെ നിനക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ കുറെ വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ട് ഒട്ടും വിഷമിക്കാൻ പാടില്ല. യു ഷുഡ് ഡു ഇറ്റ്. റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ ഒരു മോശമല്ലാത്ത കുക്കാണ് ഞാൻ. അപ്പൊ എന്നോട് പറയും, കുക്കിംഗ് ഐ നോ യു ഡു എവറിത്തിങ് വെരി വെൽ, പക്ഷെ കുക്ക് ചെയ്യണമെങ്കിൽ ഒരാളെ വെച്ച് കുക്കിംഗ് ചെയ്യാൻ പറ്റും. ഈ ഒരു സമയം നിനക്ക് വേറൊരു കാര്യത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ നല്ലതല്ലേ എന്ന് എന്നിലേക്ക് ഈ ഒരു ആഗ്രഹം തന്നത്, വളർത്തിയത് ശരത്തേട്ടനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അഭിനയം, ഒരു ടെലിഫിലിം ചെയ്തു. ആ ടെലിഫിലിമിന് സ്റ്റേറ്റ് അവാർഡ് എനിക്കും സുജിത് വാസുദേവന്. അതിനിടയ്ക്ക് 1-2 ചെറിയതൊക്കെ ദുബായിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 പേർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അത് കണ്ടാണ് കുങ്കുമപ്പൂവിൽ വന്നത്. കുങ്കുമപ്പൂ വരുമ്പോഴും ഞാൻ കുറച്ച് എപ്പിസോഡ് കഴിഞ്ഞ് നിർത്തി, ഇനി പറ്റില്ല, കാര്യം ദുബായിൽ നിന്ന് വന്നു പോവാ, പിള്ളേര്, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം. പക്ഷെ എങ്ങനെയൊക്കെയോ അത് കഴിഞ്ഞ് ചെയ്ത സിനിമകളാണ്. ഇപ്പൊ സക്രിയയുടെ ഗർഭിണികൾ ഞാൻ അപ്പൊ ചെയ്തതാണ്, ബഡി അപ്പൊ ചെയ്തൊക്കെ കുങ്കുമപ്പൂ ഉള്ളപ്പോഴാണ് ചെയ്തത്. ദൃശ്യം റിലീസ് ആവുമ്പം, ദൃശ്യം ഒരു വളരെ പ്രേക്ഷകർ ഇഷ്ടമുണ്ട് എന്ന് എന്നെ വിളിച്ച് ലാലേട്ടൻ പറയുമ്പോൾ ഞാൻ കുങ്കുമപ്പൂ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ലൊക്കേഷനിൽ. സോ ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. നല്ല കഥാപാത്രങ്ങൾ വരുമ്പോൾ ഇപ്പോഴും ഞാൻ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാറുണ്ട്. പക്ഷെ ഒന്നും നമുക്ക് പെർഫോമൻസിന് ഒന്നുമില്ലാതെ നമുക്ക് ഇല്ലാത്തതിൽ അങ്ങനെ ചെയ്യാൻ വലിയ താല്പര്യം കാണിക്കാറില്ല. പക്ഷെ നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ മലയാളമെന്നോ തമിഴെന്നോ ഒന്നും നോക്കാറില്ല. നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചെയ്യാറുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പൊ സിനിമ എന്നും എന്നെ മോഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് എപ്പോഴും സംഭവിക്കാറില്ല. കൂടുതൽ നൃത്തം എന്ന് പറയുമ്പോൾ ഞാൻ പെർഫോമൻസ് ആണെങ്കിലും ഒരുപാട് പെർഫോം ചെയ്യാൻ ഭാഗ്യം കിട്ടാറുണ്ട്. ഇപ്പൊ എൻ്റെ ഈ ഒരു പ്രായത്തിലൊക്കെ ഇപ്പോഴും പെർഫോം ചെയ്യുന്നു, അതിന് പ്രേക്ഷകരുണ്ടെന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഈ പറഞ്ഞ പോലെ സിനിമ ഒരു മോഹമായിരിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും സിനിമ ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയില്ലല്ലോ. അതെ, ഇത് കഴിഞ്ഞ് എന്തെന്ന് അങ്ങനെ ചിന്തിക്കാറില്ല. വരുമ്പോൾ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും, ചില സമയത്ത് നമുക്ക് ദുബായിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് എല്ലാം ചെയ്ത് എത്തിപ്പെടണമെന്നില്ല. എല്ലാ പെർഫോമൻസും അങ്ങനെയാണ്. ചിലത് നമ്മൾ ആഗ്രഹിക്കുന്ന പെർഫോമൻസിന്റെ സമയത്ത് നമുക്ക് വരാൻ പറ്റിക്കൊള്ളുന്നില്ല. അവിടെ സ്കൂൾസ് ഉണ്ട്, അവിടുത്തെ എക്സാംസ് ഉണ്ട്, അവിടുത്തെ. അപ്പം അതുകൊണ്ട് എല്ലാം പറ്റിയില്ലെങ്കിലും കിട്ടുന്നത് തീർച്ചയായിട്ടും വളരെ അതിന്റെ മഹത്വം മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്.
ഇതൊരു പോഡ്കാസ്റ്റും കൂടെ ആയതുകൊണ്ട് നമ്മൾ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ. അതിൽ എനിക്ക് തോന്നുന്നു ആ സ്റ്റേജ് പോലെ ഒരാൾ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യാൻ തോന്നുന്നു വുമൻഹുഡിനെ പറ്റി ചർച്ച ചെയ്യാൻ തോന്നുന്നു. അതായത് പല സ്റ്റേജിലൂടെ പല കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ആർജിച്ചെടുക്കുന്നുണ്ട്. ലൈഫിനോടുള്ള പേഴ്സ്പെക്റ്റീവ് മാറുന്നുണ്ട് ഓരോ സ്റ്റേജിലും. ഒരിക്കലും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല അത്. എനിക്ക് എൻ്റെ അമ്മയോ അനിയത്തിയോ അതിലൂടെ സഞ്ചരിക്കുന്നത് കാണുന്നതിനപ്പുറത്തേക്ക് എനിക്ക് ഇതിനകത്തിറങ്ങി ഇത് ഹൗ യു ഫീൽ, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് എന്താണെന്നുള്ളതിൽ ക്ലാരിറ്റി ഒരിക്കലും ഒരു പോയിന്റ് അപ്പുറത്തേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പെൺകുട്ടി വളർന്ന് ഈ പറഞ്ഞ അച്ചീവ്മെന്റ്സ്, മറ്റു കാര്യങ്ങൾ, പല ഫീൽഡുകൾ എല്ലായിടത്തും എക്സൽ ചെയ്യുന്നു. ഈ എക്സലൻസ് ഒക്കെ കൊണ്ടുപോകുന്ന സമയത്തും ഇവരുടെ ഉള്ള ചേഞ്ച് ഉണ്ടല്ലോ, ഓരോ സ്റ്റേജിലുള്ള ചേഞ്ചുകൾ, അതിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാന്നുള്ളത് അത് അത്ര ഈസിയാണോ? അതിപ്പോൾ ഈ പറഞ്ഞ സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചുകളാവാം, നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നതാവാം. അത് വളരെ ഈസി ആയിട്ട് ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ ഇത്രയും സൊസൈറ്റിയൽ മറ്റേ കമ്മിറ്റ്മെന്റ്സിനോടൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പേഴ്സ്പെക്റ്റീവ് മാറ്റാം. അപ്പൊ ഇന്ന് ഞാൻ കാണുന്ന വിഷൻ ആയിരിക്കില്ല 10 വർഷം കഴിയുമ്പോൾ എൻ്റെ വിഷൻ. അങ്ങനെ ഒരു അഡാപ്റ്റബിലിറ്റി ഒരു സ്ത്രീക്ക് വളരെ എളുപ്പമാണ് അവരൊരു ലോങ് ജേർണിയിൽ. ഞാൻ ജനിച്ചു വളർന്നതേ എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വീടായിരുന്നു. വീടെന്ന് വെച്ചാൽ സ്നേഹമുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എങ്കിലും പെൺകുട്ടി എന്ന് പറയുന്നത് അച്ഛനമ്മമാർ കേട്ട് വളരണം എന്ന് പറയുന്നത്, അതിനപ്പുറം ഒരു 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 നമുക്കൊരു വാക്ക്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും എനിക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അച്ഛനോട് ചോദിക്കണം, അമ്മയോട് ചോദിക്കണം. 2 ചേട്ടന്മാരായിരുന്നു. 2 ചേട്ടന്മാരോട് ചോദിക്കണം. ഈ ഒരു പെർമിഷൻ ഉണ്ടായിട്ടാണ് ആശയുടെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിലുണ്ടായിരുന്നത്, ഇൻക്ലൂഡിങ് കല്യാണം ഓഫ് കോഴ്സ് വേൺചേട്ടൻ്റെ ആത്മസുഹൃത്തായിരുന്നു ശരത്തേട്ടൻ. സോ അത് എനിക്ക് വേൺചേട്ടൻ പറയുന്ന ആളെ കല്യാണം കഴിക്കുമെന്ന് ഞാനും സ്വയം, അത് നമ്മളുടെ മനസ്സിലുള്ളൊരു ഡിസിഷനാണത്. കാര്യം അങ്ങനെ. പക്ഷെ എൻ്റെ ലക്ക് കൊണ്ട്, എൻ്റെ ഭാഗ്യം കൊണ്ട് എന്നെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് പ്രോത്സാഹനം നൽകുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ ഒരാളെ എനിക്ക് കിട്ടി. എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത് അങ്ങനെ ഒരു കാലത്തിലൂടെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രിക്റ്റ് ജീവിതത്തിൽ നിന്ന് എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് പോയപ്പോൾ എനിക്കിത് മനസ്സിലാക്കാൻ കുറേ സമയമെടുത്തു. കാര്യം എൻ്റെ വീട്ടിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വീട്ടിലെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും ക്യാനായി എന്ന് ചോദിച്ചിട്ട് ഞാനത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞപ്പോൾ ശരത്തേട്ടൻ എന്നോട് ചോദിക്കുന്നു, എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? ഇറ്റ് ഈസ് യുവർ ലൈഫ്, യു ക്യാൻ ടേക്ക് യുവർ ഓൺ ഡിസിഷൻ, യു ക്യാൻ ഡിസ്കസ് വിത്ത് മീ, ബട്ട് യു ഡോണ്ട് നീഡ് മൈ പെർമിഷൻ എന്ന് പറയുമായിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കുറേ കാലമെടുത്ത് ഞാൻ പോയി. പിന്നെയാണ് ഈ പറയുന്ന സിനിമയും നൃത്തവും ഒക്കെ, പെർഫോമൻസും ഒക്കെയും നോക്കി, കുടുംബം കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും നിനക്ക് നിൻ്റെതായ ഒരു ജീവിതമുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇത് എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് കിട്ടുന്നതാണ്. എല്ലാവർക്കും ഇത് കിട്ടിക്കൊള്ളണമെന്നില്ല. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയുമായിരുന്നു, അവരൊരു ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള രീതിയിൽ വളർത്തിയിട്ടില്ല. 2 പേരും ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ദുബായ് ആണ്. പിന്നെ ഹയർ സ്റ്റഡീസ് ചെയ്ത് മൂത്താൾ UK-ലായിരുന്നു, വാറിക്കിൽ. രണ്ടാമത്തെ ആൾ കാനഡയിലെ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലാണ്. അത് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്നുള്ളൊരു വ്യത്യാസമില്ലാതെ 2 പേരെയും അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്. പക്ഷെ ഞാൻ എപ്പോഴും അവരോട് പറയുമായിരുന്നു, ഞാൻ എൻ്റെ ചുറ്റും, എൻ്റെ ജീവിതം മാത്രമല്ല, ഞാൻ എൻ്റെ ചുറ്റും കാണുന്നുണ്ട്, എത്രയോ ജീവിതങ്ങൾ കാണുന്നുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്, ജീവിതം എന്നതിൻ്റെ അവസാന വാക്കല്ല വിവാഹം. അത് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. നിനക്ക് എന്ന് കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നു, നിനക്ക് എന്നൊരു ഫ്രണ്ടിനെ വേണമെന്ന് തോന്നുന്നു, യു നീഡ് എ പാർട്ട്ണർ എന്ന് വേണമെന്ന് തോന്നുന്നു, അന്ന് നീ വിവാഹ ജീവിതത്തിലേക്ക് പോയാൽ മതി. അതും എടിപിടിയെന്നല്ലാതെ യു ഷുഡ് നോ അബൌട്ട് ഹിം, മനസ്സിലാക്കിയിട്ട് പോവുക എന്നുള്ളതാണ് എന്ന് ഞാൻ 2 പേരോടും പറയുമായിരുന്നു. ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ പറയുമായിരുന്നു, വിവാഹം കഴിഞ്ഞ ശേഷം നിങ്ങൾ ജീവിച്ചു തുടങ്ങുന്നു. ഇത് ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ എന്നോട് പറഞ്ഞു വിട്ടിട്ടുള്ളത്, കല്യാണം കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും യു നീഡ് ടു അഡ്ജസ്റ്റ് എന്നുള്ളതാണ്. അതായത് ഇതാണ് നിന്റെ ജീവിതം എന്ന് മനസ്സിലാക്കണം. ഒരിക്കലും ഒന്നും ചിന്തിക്കാൻ പാടില്ല, പറ്റില്ല എങ്കിൽ യു ഷുഡ് നോട്ട് കം ബാക്ക്. ഓർ ഞാൻ അങ്ങനെ പറയുന്ന അമ്മയല്ല, ഞാൻ ഒട്ടും അങ്ങനെ പറയാം. എൻ്റെ ഒരു മകൾ വിവാഹം കഴിഞ്ഞു, ഒരാൾ കഴിഞ്ഞിട്ടില്ല. പക്ഷെ 2 പേരോടും പറയുന്നത്, ജീവിതം അങ്ങോട്ട് പോകും തോറും എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. അത് കൂടെ ജീവിക്കുന്ന ആൾ നിന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചും, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും 2 പേരും അഡ്ജസ്റ്റ് ചെയ്ത്, മോർ ദാൻ അഡ്ജസ്റ്റിംഗ്, അണ്ടർസ്റ്റാൻഡിങ് അല്ലാതെ, തിരിച്ചറിവില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാതെ നിങ്ങൾക്ക് പറ്റാത്ത രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഒരിക്കലും ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നത്. അത് തിരിച്ച് ചിന്തിക്കണമെങ്കിൽ തിരിച്ച് ചിന്തിക്കണം. അതിൽ തെറ്റില്ല എന്ന് പറയുന്ന അമ്മ കൂടിയാണ്. സോ ജീവിതത്തിൽ എപ്പോഴും, പിന്നെ ഞാൻ പറയാം, അച്ഛൻ ഇങ്ങനെയാണ്. ശരത് എന്ന് പറയുന്ന വ്യക്തി അതൊരു വ്യക്തിയാണ്. എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയല്ല. പലതരത്തിലുള്ള ഭർത്താക്കന്മാരുണ്ട്, പലതരത്തിലുള്ള ഭാര്യമാരുണ്ട്. സോ ഇത് 2 പേരും തമ്മിൽ
ഒരുമിച്ച് ജീവിക്കുമ്പോൾ എത്ര കെമിസ്ട്രി വർക്ക് ആവുന്നു, അത് മാത്രമാണ് ജീവിതം. സോ അതൊരു അവസാന വാക്കല്ല. ഓക്കെ, പറ്റില്ല, നമുക്കൊരു കെമിസ്ട്രി വർക്ക് ആവുന്നില്ലെങ്കിൽ മാറി ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുന്ന ഒരു അമ്മയാണ്. സോ എൻ്റെതായിട്ടുള്ള ഒരു വിഷൻ, ജീവിതത്തിൽ എന്നും സന്തോഷം ഉണ്ടാവണം അല്ലെ. കണ്ണടയ്ക്കുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ പീസ്ഫുൾ ആയിട്ട് ഉറങ്ങാൻ പറ്റണം. അതിൽ നമ്മുടെ കൂടെയുള്ള നമ്മളുടെ കുടുംബം നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ വലിയ സന്തോഷം. അതില്ല, നമുക്ക് ഒറ്റയ്ക്കാണ് സന്തോഷമെങ്കിൽ ഡു ദാറ്റ്. അതെ. അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ. ഈ ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതെന്ന് തോന്നുന്നു, ഈ വിവാഹം എന്ന കൺസെപ്റ്റ് ഇപ്പൊ പറഞ്ഞത് കൊണ്ട് തന്നെ ഈ കമ്പാനിയൻഷിപ്പിന് വേണ്ടി എപ്പോഴും പറയുമല്ലോ, ഈ ബെസ്റ്റ് കമ്പാനിയൻ കൂടെ ഉണ്ടായിരിക്കാം. ആ കമ്പാനിയന്റെ ഒപ്പം ഈ ജേണി വളരെ ഈസി ആക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഈ പലരും സ്ട്രഗിൾ ചെയ്യുന്ന പോയിന്റ് അവിടെയാണല്ലോ. ചില ആൾക്കാരെ തോന്നിയിട്ടുണ്ട്, എന്താ പറയാ, ഇവർക്ക് ചിലപ്പോൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് അപ്പുറത്തേക്ക് ഭയങ്കര സ്നേഹം ഉണ്ടാവായിരിക്കാം, എന്നത് മുന്നോട്ട് പോകുന്ന ഒരു ഐഡിയ ഇല്ല. പക്ഷെ കഷ്ടപ്പെട്ട് ഇതിൽ നിന്ന് കൈൻഡ് ഓഫ് ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള പോലെ തന്നെ ഇതിൽ ലോക്കായി നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ, തോന്നിയിട്ടുണ്ടോ? ഇഷ്ടംമാതിരി കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് റിലേഷൻഷിപ്സ് നമ്മൾ കാണുമ്പോൾ നമുക്ക് അവരോടും പറയാനുള്ളത്, ശ്വാസം മുട്ടി ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും വേണ്ടത്, ഇപ്പൊ ഭയങ്കര സ്നേഹമായിരിക്കാം, സ്നേഹം കൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്, സ്നേഹം കൊണ്ടല്ലേ ഞാനൊന്ന് അടിച്ചത്, സ്നേഹം കൊണ്ടല്ലേ ഞാനൊന്ന് ഷൗട്ട് ചെയ്തത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇറ്റ്സ് എ റെസ്പെക്ട് അല്ലേ. രണ്ടുപേരും തമ്മിലുള്ള ബഹുമാനം ഭയങ്കര പ്രധാനമാണ്. ആൻഡ് സ്പേസ്, അതും ഭയങ്കര പ്രധാനമാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടാവണം എന്നുള്ളത്. അത് കേൾക്കുന്ന ആൾ അങ്ങേർക്ക് പലപ്പോഴും അത് മനസ്സിലാവണമെന്നില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ, ശരത്തേട്ടൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ഞാനും ബിസിനസ്സും തമ്മിൽ, ഈ മറീൻ ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് അദ്ദേഹം ചെയ്യുന്നത്, ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. എൻ്റെ ഒരു ബിസിനസ് എന്ന് പറയാൻ, ഐ ഹാവ് സ്കൂൾസ്, പക്ഷേ ഇറ്റ്സ് എ ടോട്ടൽ ഡിഫറെന്റ് തിങ്. അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും എന്നെ പോലെ ഒരു കലാകാരിക്ക് മനസ്സിലാവണമെന്നില്ല. എങ്കിലും എന്നോട് പറയുമ്പോൾ ഞാൻ വെറുതെ മൂളിയാൽ മതി. ആ ഓർഡർ പോയി, ഈ ഓർഡർ പോയി, അത് ബിഡ് ചെയ്തപ്പോൾ നമ്മൾ ലേറ്റ് ആയപ്പോൾ, ഇതൊക്കെ പറയുമ്പോൾ ഞാൻ മൂളിയാൽ മതി. നമുക്ക് ഒരാൾ പറയുമ്പോൾ കേൾക്കാൻ ഒരാളുണ്ടാവണം അല്ലെ. ഒരു സമയം, നമുക്ക് വേണ്ടി ഒരു സ്പേസ് ഉണ്ടാവണം. അത് നമ്മളുടെ സ്പൗസ് അല്ലെങ്കിൽ കമ്പാനിയൻ എന്ന് പറയുന്ന ഒരാൾ, കേൾക്കാൻ ഒരാള്, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ ഒരാള്, അങ്ങനെ ഒരാള് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ അങ്ങനെ അല്ലെങ്കിൽ, പിന്നെ ആ സമയം വേസ്റ്റ് ചെയ്യുന്നതിൽ ഒരർത്ഥവും. ഈ ഇത്രയും പറയുന്നതിനൊപ്പം ആഡ് ചെയ്യാനായിട്ടാണെങ്കിൽ, ഈ മൾട്ടിപ്പിൾ സിനിമകളിൽ ഈ പറഞ്ഞ ഫാമിലി അല്ലെങ്കിൽ ഒരു ഭാര്യ, വീട്ടമ്മ, അമ്മ, ഇത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ അതിലൊരു റിപ്പീറ്റ് ഫാക്ടർ വരുന്ന സമയത്തേക്ക് എന്താണ് ശരിക്കും ഒരു ഫ്യൂവല്? ഇപ്പോൾ നെക്സ്റ്റ് ഇതേപോലൊരു ക്യാരക്ടർ വരുന്ന സമയത്തേക്ക് ഞാൻ അത് പെർഫോം ചെയ്യണം, ഇതിൽ ഞാൻ മുന്നേ ചെയ്ത് റിപ്പീറ്റ് ആവാതിരിക്കണം, അങ്ങനെ തോന്നാനായിട്ട് ആശ്ചര്യത്തിന് ആക്ടേഴ്സിന് കിട്ടുന്ന ഹൈ എന്താണ്? സ്ക്രിപ്റ്റ് ആണോ, ക്യാരക്ടർ ആണോ, എവിടെ അതിലൊരു ലോക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ ഇരിക്കുന്നത്? ഇപ്പൊ ഞാൻ ചെയ്ത അമ്മമാരെന്ന് പറയാൻ ആദ്യം എടുത്ത് പറയേണ്ടത് ഗീത IPS ആണ്. അവർ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടി ജീവിക്കുന്ന, ഇപ്പോഴും അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും. ഓക്കെ, അവരുടെ മകൻ നല്ലതോ ചീത്തയോ, പക്ഷെ ഒരു ജസ്റ്റിസ് എവിടെയെന്ന് അറിയാനുള്ള ആ ഒരു ശ്വാസം മുട്ടിൽ ജീവിക്കും. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള അനുരാഗ കരിക്കിൻ വെള്ളത്തിലെ സുമയാണ്. സുമ ഒരു പാവം. പിന്നെ ഓരോ അമ്മ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളതൊക്കെ ഡിഫറെന്റ്. സിസിലി ചെയ്തത്, സിസിലി എന്ന് പറയുന്നത് 19 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവര് ചെറുപ്പകാലത്ത് അവരുടെ പറഞ്ഞൊരു വിഷ്വൽ ഇറങ്ങി, അല്ലെങ്കിൽ അവരുടെ അല്ലാത്തത് 19 വയസ്സായിട്ട് വീണ്ടും ഇറങ്ങുന്ന ആ ഒരു അമ്മ കഥാപാത്രം ടോട്ടൽ ഡിഫറെന്റ് ആണ്. പിന്നെ ചെയ്തിട്ടുള്ളത് ഓഫ് കോഴ്സ് നന്ദിനി. എല്ലാം കുറെ അങ്ങനത്തെ മദർ ക്യാരക്ടേഴ്സ്, പക്ഷെ എല്ലാ അമ്മമാരും വ്യത്യസ്തമായിട്ടുള്ള മദറാണ്. ഈ ഒരു അമ്മയും ആശകളിലെ 1000-ലെ അമ്മയും വളരെ ഈ ഞാൻ ചെയ്ത അമ്മമാരിൽ നിന്നൊക്കെ വ്യത്യസ്തയാണ്. ഇത് ഇപ്പോഴത്തെ കാലത്തെ ഒരു അമ്മയാണ്. ആശ ശരത്തും ആശയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എനിക്ക് പല സിറ്റുവേഷനിലും ജൂഡും അരവിന്ദും കൂടെയാണ് സ്ക്രിപ്റ്റ്. പല സമയത്തും അറിയാണ്ട് ചില വാക്കുകൾ വന്നു പോയിട്ടുണ്ട്. കാര്യം ഞാൻ വീട്ടിൽ പറയുന്ന വാക്കുകളാണ്, ഞാൻ ഇവരോട് പറയുന്ന ചില വാക്കുകളും അവര് തമ്മിലുള്ള, ഇപ്പോഴത്തെ കുട്ടികളുടെ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, ഞങ്ങളുടെ കാലത്തുള്ളതിനേക്കാൾ ഇപ്പോഴത്തെ അമ്മ മക്കൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ദാറ്റ് ഇസ് സംതിങ് ഡിഫറെന്റ്. ദാറ്റ്സ് റിയലി ക്യൂട്ട് എന്ന് പറയാം. ഒരു ദിവസത്തിൽ ഒരു 5-6 പ്രാവശ്യമെങ്കിലും എൻ്റെ മക്കളൊക്കെ തമാശക്ക് ഇടിയമ്മേ എന്ന് വിളിക്കുന്ന റിലേഷനാണ്. അപ്പൊ അവർക്ക് അറിയുമോ അറിയില്ലയോ, പ്രത്യേകിച്ച് പുറത്തെ പിള്ളേരായതുകൊണ്ട് എടി അമ്മയെന്ന് അപ്പൊ ആൾക്കാർ നോക്കുമ്പം ഞാൻ പറയും അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് ആ ഒരു ഫൺ, ആ ഒരു വൈബാണ് ഇതിനകത്തും. സോ ഓരോ അമ്മമാർക്കും
ഓരോ ക്യാരക്ടേഴ്സ്, ഇപ്പൊ ഭാര്യ ക്യാരക്ടേഴ്സ്, ഇതൊക്കെ ഭാര്യമാരും ഒക്കെയാണ്. അതെ അതെ വ്യത്യാസമുണ്ടാവും. ആ, അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ള അവിടെ കഥാപാത്രം ഹുക്ക് ചൂസ് ചെയ്യുന്ന ചെയ്യാനാണ്. എന്തെങ്കിലും അതെ അതെ പുതിയതുണ്ടെന്ന്. ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ കഥാപാത്രം ചൂസ് ചെയ്യുന്നത്. ഇതിലെങ്കിൽ രസമായിട്ട് തോന്നിയ വേറെ കാര്യം, പലപ്പോഴും ഈ പറഞ്ഞ പോലെ കമലതലത്തിൽ വിളിക്കുന്ന സമയത്തെ പ്രായത്തിലല്ലല്ലോ സിനിമയിലോട്ട് വരുന്നത്. അതെ ഒരുപക്ഷെ മെജോറിറ്റി ആളുകളും ചിലപ്പോൾ ആ പ്രായത്തിൽ വരുന്ന നടിമാര് സിനിമ എന്ന ലോങ് പ്രോസസ്സിൽ ഇവോൾവ് ആവുന്നു. പലതരത്തിലുള്ള രീതികൾ, ടെക്നിക്കൽ സൈഡ്, അല്ലാത്ത ലൊക്കേഷനുകൾ, എല്ലാത്തരം സിനിമയുടെ ഒപ്പം തന്നെ ഇവോൾവ് ആയി വരുന്ന ആളുകളുണ്ട്. ലൈഫിലൊരു പ്രധാനപ്പെട്ട സ്റ്റേജിൽ ഒരു കല്യാണം, മദർഹുഡ്, പാരന്റ്ഹുഡ്, ഇതിന്റെ ഒക്കെ ഒരു എക്സ്റ്റൻഷനിലാണ് സിനിമയുടെ പാർട്ട് ആവുന്നത്. അവിടെയാണ് ശരിക്കും ആശ്ചര്യത്തിന്റെ സിനിമയുടെ ബാല്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ അതെ അപ്പൊ ഒരു ലോങ് ജേണി എന്ന് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ വരുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടാണല്ലോ വരുന്നത്. ഈ പറഞ്ഞ ട്രേറ്റുകൾ, സമ്പത്തുകൾ കുറെ ഉണ്ട് കയ്യില്. ഈ ശരിക്ക് അവിടെ തൊട്ട് തുടങ്ങിയ ജേണി ആയതുകൊണ്ട് തന്നെ സിനിമയെ കാണുന്ന രീതി മാറുന്നുണ്ടോ? കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ട്, ചിലപ്പോൾ ഒരു ഡിസിഷന് മുന്നേ 10-15 തവണ പല പോസിബിലിറ്റി ആലോചിക്കല്, എങ്ങനെ ശരിക്കും ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഈ ഒരു എൻട്രി പിന്നീട് മാറ്റം വരുത്തിയിട്ടുള്ളത്? ഒരു സിനിമ സ്ക്രിപ്റ്റ് ആണല്ലോ നമ്മൾ ആദ്യം കേൾക്കുക. സ്ക്രിപ്റ്റ് വായിക്കണം എന്ന്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കേൾക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. സ്ക്രിപ്റ്റ് കേൾക്കാണ്ട് ഒന്ന് രണ്ട് ചിത്രങ്ങൾ, അത് നമുക്ക് മാനസികമായിട്ട് അടുപ്പമുള്ള, ഒരുപാട് ബഹുമാനമുള്ള ചില സിറ്റുവേഷനിൽ നമ്മളെ വിളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, ഡ്രാമ എന്ന് പറയുന്ന ചിത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. രഞ്ജിത്തേട്ടൻ്റെ ലാലേട്ടൻ അവിടെ ഓൾറെഡി ഷൂട്ട് ചെയ്ത സമയത്ത് അഭിനയിച്ച കുട്ടിക്ക് എന്തോ ഒരു പ്രോബ്ലം വന്ന് അഭിനയിക്കാൻ പറ്റാണ്ട് ഞാൻ പെട്ടെന്ന് പോലെ, അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സ്ക്രിപ്റ്റ് കേട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഭയങ്കര ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ഒന്നും അല്ലെങ്കിലും എൻ്റെ കഥാപാത്രം എന്താണെന്നും ടോട്ടൽ സിനിമയിൽ അവരെന്താണ് പാർട്ടെന്നും ഇതെല്ലാം ഒന്ന് കേൾക്കാനും വായിക്കാനും, ഒട്ടുമിക്ക എല്ലാ സിനിമകൾക്കും വായിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ഒട്ടുമിക്ക സിനിമകൾ, ഒരു 95% സിനിമകളിലും, ഞാൻ ചെയ്ത സിനിമകളും വായിച്ച് കേട്ട ശേഷമാണ്. ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു ടീമിനെ കുറിച്ചിട്ടൊരു നമുക്കൊരു ധൈര്യം ഉണ്ടാവുമല്ലോ, ഈ ടീം നന്നായി ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞ ഈ ഒരു സിനിമ പ്രേത്തേട്ടൻ്റെ സിനിമ എങ്ങനെയായിരിക്കും, ജൂഡിന്റെ സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊരു വിശ്വാസം ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ ആർട്ടിസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള, ഇപ്പൊ ജയറാമേട്ടനാണോ, ലാലേട്ടനാണോ, മമ്മൂക്കയാണോ, ലാലു ചേട്ടനാണോ, സിദ്ദിഖ് ലാൽ ചേട്ടനാണോ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു വിശ്വാസം ഉണ്ടാവും. ഓക്കെ, നമുക്ക് ചെയ്യാനൊരു വിശ്വാസം. ഇതെല്ലാം ഫാക്ടേഴ്സ് ആണ് അങ്ങനെ പുതിയൊരു കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ. ഈ ആശകളായിരുന്നു പറയുന്ന സമയത്തേക്ക് അതിലൊരു ഹൈ പോയിന്റ് ആണ് ജയറാം, കാളിദാസ് ജയറാം ഒരുമിച്ച് വരാന്നുള്ളത്. ഈ എൻ്റെ വീടപ്പുവിന് ശേഷം ഇവര് ഓൺ സ്ക്രീനിൽ നമ്മൾ ഈ പറഞ്ഞ പുത്തൻ പുതുകാലയിൽ ചെറുതായി കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി അതിൽ ഇവര് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. എൻ്റെ വീടപ്പുവിന് ശേഷം ഓൾമോസ്റ്റ് സെയിം ലൈക്ക് റിയൽ ടൈമിൽ സ്ക്രീനിൽ പെർഫോം ചെയ്യുന്നത് ഈ സിനിമയിലാണ്. അത് വിറ്റ്നസ് ചെയ്യാന്നുള്ളത് ഉറപ്പായിട്ട് ജയറാമേട്ടൻ പണ്ട് മുതൽ അറിയാം. കാളിയും ജയറാമേട്ടൻ ഒരുമിച്ചുള്ള സിനിമകൾ കണ്ടിട്ടുള്ള ആളായിരിക്കും. വിറ്റ്നസിങ് ഇവർ ഒരുമിച്ചുള്ള പെർഫോമൻസ് ഓൺ ലൊക്കേഷൻ, അത് വേറെ തരം എന്റർടൈൻമെന്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാല് ഈ അച്ഛനും മോനുമാണ് അഭിനയിക്കുന്നത്, നമുക്ക് അവർ ഒരു ഷോട്ട് ശരിക്കും റിയൽ അച്ഛനും മോനുമാണ് അവിടെ അഭിനയിക്കുന്നത് നമുക്ക് തോന്നൂല. കാര്യം ഈ സാധാരണ അച്ഛൻ്റെ ഇൻവോൾവ്മെന്റ്, നമ്മൾ ഈ മക്കളുടെ കാര്യം ചെയ്യുമ്പോൾ അച്ഛൻ്റെ അമ്മമാർക്ക് അനാവശ്യമായിട്ട് അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല, നീ കുറച്ച് അവിടെ നോക്കി ഇവിടെ നോക്കുന്നുള്ള ഇൻവോൾവ്മെന്റ് സാധാരണ ഉണ്ടാവും. ഞാനും എൻ്റെ മോളും കൂടെ ഒരു സിനിമ അഭിനയിച്ചിരുന്നു, ഖെദ്ദ എന്ന് പറയുന്ന സിനിമ. അതിൽ പങ്കു അഭിനയിക്കുന്ന സമയത്ത് മലയാളം അവൾക്ക് അത്ര ഫ്ലുവൻ്റ് അല്ലാത്തതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മലയാളം പഠിപ്പിക്കലുണ്ടായിരുന്നു. ഡയറക്ടറിനോട് പറയുന്നത് ആശ വീട്ടിൽ മതി അമ്മ അറ്റ്ലീസ്റ്റ്. പക്ഷെ ഇതിൽ ഒട്ടും ജയറാമേട്ടൻ ഒന്നിൽ ഇൻവോൾവ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. കണ്ണൻ്റെ പല ഇമോഷൻസ് അഭിനയിക്കുമ്പോഴും കോമഡിയാണോ, നീ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, അങ്ങനെ ചെയ്താൽ ഒരു സീനിൽ പോലും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവരുടെ ഒരുമിച്ചിട്ടുള്ള ഒട്ടുമിക്ക സീനിൽ ഞാനും ഉണ്ട്, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ അവര് തമ്മിൽ കഴിഞ്ഞ് കഴിയുമ്പം ഗുഡ്, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഒന്നുമില്ല. ഇപ്പൊ ചക്കി വന്നിരുന്നു ലൊക്കേഷനിൽ, ചക്കി വന്നിരിക്കുമ്പോഴാണ് എല്ലാവരും ഒരുമിച്ചിരിക്കുക. പാർവതി വന്നിരുന്നു, അപ്പോഴൊക്കെ ഒരുമിച്ചിരിക്കുന്നു എന്നല്ലാതെ ഒരു അച്ഛൻ മകൻ എന്നുള്ള രീതിയിലല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങനെയായിരുന്നു. പക്ഷെ ഇവർ തമ്മിലുള്ള ഒരു അഭിനയിക്കുന്ന കാണാൻ ഒരു പ്രേക്ഷക എന്ന നിലയിൽ നമുക്കൊരു കൗതുകം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇവര് കാണുന്നത്. പിന്നെ ചില സിറ്റുവേഷനിൽ നമ്മൾ ടീച്ചറിൽ കണ്ട മദ്യപിച്ചിട്ട് പോകുന്ന സിറ്റുവേഷനെ കണ്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ വീട്ടിലുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഒരു കൗതുകം, പ്രേക്ഷകർക്ക് തോന്നിയ അതേ കൗതുകം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇഷ്ടംമാരി എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു, ഞാൻ എന്റെ പൊസിഷനിൽ അഭിനയിക്കാൻ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആള് പാർവതിയാണ്, അതിങ്ങനെ എന്ത് രസമായിരിക്കും ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ചേരാൻ വേണ്ടി, എന്നിട്ട് വേണം കുടുംബം മുഴുവൻ വന്നു നാട്ടുകാർ പറയാനാണോ എന്ന് പറഞ്ഞു. ഇത്രയും നമ്മൾ ഡാൻസിനെ പറ്റി പറയുന്നു, സിനിമയെ പറ്റി പറയുന്നു. ആശ്ചര്യത്തെന്ന ഈ നൃത്ത അധ്യാപിക ആവണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടിയുടെ ലോങ് ജേണിയെ പറ്റി പറയുമ്പോഴൊക്കെ
ഞാൻ അതിൽ ക്യൂരിയസ് ആവുന്നത് ഉറപ്പായിട്ട് ചെറുപ്പം മുതൽ മ്യൂസിക് കൂടെ ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ഡാൻസിനോടുള്ളൊരു കമ്പം ഉള്ളതുകൊണ്ട്. അതിൽ ഈ പറഞ്ഞ ഡാൻസിന് വേണ്ടി കേൾക്കുന്ന പാട്ടുകൾ ഉണ്ടാവാം, അല്ലാതെ പാട്ട് കേൾക്കാൻ വേണ്ടി കേൾക്കുന്ന പാട്ടുകൾ ഉണ്ടാവാം, ആശാശരത്തിന്റെ തന്നെ ലൈഫിൽ പല ഇമോഷൻ കാണിക്കുന്ന പാട്ടുകൾ ഉണ്ടാവാം. അത് ഈ പറഞ്ഞ പ്രണയം ആയിരിക്കാം, ഈ ഭയങ്കര നിരാശയിലുള്ളപ്പോഴായിരിക്കാം, ഒരു ഈ കംബാക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു റിവൈവിങ് പോയിന്റ് ഉള്ളതായിരിക്കാം. പാട്ടുകൾ ശരിക്കും ലൈഫിൽ എങ്ങനെയാ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഞാൻ പാട്ട് പാട്ട് പാടാൻ കഴിവില്ല, സത്യസന്ധമായി പറഞ്ഞാൽ. പക്ഷെ പാട്ട് നമുക്ക് പാടിയേ പറ്റൂ. പഠിപ്പിക്കുമ്പോൾ നമ്മളിപ്പം ഭയങ്കര പിച്ചിലും ഭയങ്കര രാഗം ഒപ്പിച്ച് പാടാനല്ലെങ്കിൽ, പക്ഷെ നമ്മൾ 5-8 വർഷം പാട്ട് പഠിച്ചിട്ടുണ്ട്. നൃത്തത്തിന്റെ ഒരു ഭാഗമാണ് സംഗീതം, നൃത്ത സംഗീതം. അപ്പം നമ്മൾ പഠിപ്പിക്കുമ്പം പാടിയാലേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് സ്വയം കൊറിയോഗ്രാഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി പാടുമെന്നല്ലാതെ ഞാനൊരു ഗായികയല്ല ഒട്ടും. പക്ഷെ പാട്ട് ധാരാളം കേൾക്കുന്ന ആളാണ്. പ്രതിസ്വാതി തിരുനാൾ കൃതികൾ, നമ്മളുടെ കൊറിയോഗ്രാഫീസ് ഒക്കെ എല്ലാം അങ്ങനത്തെ കൃതികളാണല്ലോ. കൃതികളെടുത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. ശ്രീവത്സൻ സാറിന്റെ പാട്ടുകൾ എൻ്റെ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ശ്രീവത്സൻ സാറിന്റെ റെഗുലറായിട്ട് മനോഹരമായിട്ടുള്ള കൃതികളാണ്. എനിക്ക് വേണ്ടി മ്യൂസിക് എൻ്റെ ചെയ്യാറുണ്ട്. ശ്രീവത്സൻ സാർ ചെയ്യാറുണ്ട്. ശരത്തേട്ടൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ശരത്തേട്ടനും പാട്ടുകൾ ഡാൻസിന് വേണ്ടി എനിക്ക് ചെയ്തു തരാറുണ്ട്. അപ്പോൾ ഒരുപാട് ക്ലാസിക്കൽ രവീന്ദ്രൻ മാഷിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. പഴയ പാട്ടുകളൊക്കെ 70s 80s പാട്ടുകളൊക്കെ, അതൊക്കെയാണ് ഞാൻ കൂടുതൽ കേൾക്കുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പാട്ടിലുപരി എനിക്ക് 70s 80s 90s മെലഡീസ് ഉണ്ടല്ലോ, അതൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുക. 70s 80s ഒക്കെ പാട്ട് കേൾക്കുന്ന ഒരു ഗുൽമോഹർ എന്നൊക്കെ വിളിക്കുന്നത്. എന്ത് രസമാണ് ആ പാട്ടുകളൊക്കെയാണ് എൻ്റെ പ്ലേലിസ്റ്റിൽ, അതൊക്കെ ഉണ്ട് ഇങ്ങനെ. പിന്നെ ഈ പ്രത്യേകിച്ച് പഴയ പാട്ടുകൾ എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. സംഗീതം എപ്പോഴും ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് ഡിസ്കഷൻസ് ഇല്ലേ, നമ്മുടെ ഡിസ്കഷൻസ്, ന്യൂസ്, അതൊക്കെ ഫോളോ ചെയ്യാൻ ഇഷ്ടമാണ് സാധാരണ. പക്ഷെ ഈ ഡാൻസിന്റെ പാട്ട് വെച്ച് അല്ലെങ്കിൽ മ്യൂസിക് വെച്ചിട്ട് നമ്മൾ ഉറങ്ങൂലേ, നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ അതിന്റെ കൊറിയോഗ്രാഫീസും അതും ഇതൊക്കെ നമുക്ക് ഉറക്കം അതാലോചിക്കും. ന്യൂസ് ആകുമ്പോ പ്രശ്നമില്ല. ഈ ന്യൂസ് കേട്ട് എല്ലാവരും കളിയാക്കും, മക്കളും ശരത്തൊക്കെ കളിയാക്കും എല്ലാവരും. സാധാരണ പാട്ട് കേട്ടിട്ടൊക്കെയാണ് നർത്തകികൾ ഉറങ്ങുക, ന്യൂസ് കേട്ട് ഉറങ്ങുന്ന ആദ്യത്തെ നർത്തകിയാണ്. ന്യൂസ് കേട്ടാണ് ഉറക്കം. അത് ന്യൂസ് വെച്ചിട്ട് ഇവരുടെ ഡിസ്കഷൻ, ഇന്ന് സംഭവിച്ചു, മറ്റേ തമ്മിലുള്ള ഡിബേറ്റ്, ഹാഷ്മി ഇവര് സുജയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെയൊക്കെ ഇങ്ങനെ കേട്ട് 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 അങ്ങനെയാണ്. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്, ഇവരൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ്. ഈ താരാട്ടുപാട്ട് പോലെ ചർച്ചകൾ കേട്ടാണ് എന്റെ ഉറക്കം. ഇത്രയും നേരം സംസാരിച്ചു. എനിക്ക് അവസാനമായി ചോദിക്കാനുള്ളത്, ഈ ലോങ് ജേർണിയെ പറ്റിയും ഇതിലെ കയറ്റിറക്കങ്ങളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തില് ശരിക്കും എന്താണ് ഒരു കരിയറിന്റെ ക്ലോഷറിനെ പറ്റി പലരും സംസാരിക്കുമല്ലോ. ഓക്കെ, എൻ്റെ കരിയറിന്റെ ക്ലോഷർ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, ഞാൻ ഇങ്ങനെ ചിലപ്പോൾ റിട്ടയർ ആവുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ എൻഡിങ് ചിലപ്പോൾ സ്റ്റേജിലായിരിക്കും. ഇങ്ങനെ പല രീതിയിലുള്ള പല വേർഷൻസ് ഓഫ് ക്ലോഷേഴ്സ് കേട്ടിട്ടുണ്ട്. ആശ ചേച്ചിക്ക് അങ്ങനെ ഒരു ക്ലോഷറിനെ പറ്റി എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ, അതോ ഈ പറഞ്ഞ പോലെ അത്തരം ചിന്തകളിലോട്ട് പോവാതെ ഈ പറഞ്ഞ പ്രസന്റിലൂടെ പോകുന്ന ആളാണോ, എന്താ ശരിക്കും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ട് എപ്പോഴും ഒരു കലയുടെ ഒരു മണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു സ്പർശം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിപ്പം അഭിനയം എത്ര കാലം അഭിനയിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഈ നൃത്തത്തിന്റെ ഒരു ഗുണം, എൻ്റെ അമ്മയ്ക്ക് 79 വയസ്സായി, ഇപ്പോഴും അമ്മ ഒരു 100-400 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് നൃത്തത്തിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗുണം. നമുക്ക് എത്ര വയസ്സായാലും നമുക്ക് കളിക്കാൻ പറ്റിക്കൊള്ളുന്നില്ലെങ്കിലും നമ്മുടെ ആരോഗ്യം അതിനെ സംബന്ധിച്ചില്ലെങ്കിൽ നമുക്ക് പഠിപ്പിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പം നൃത്തവുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട് എൻ്റെ ജീവിതം അവസാനം വരെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. ചിലപ്പോൾ പെർഫോം ചെയ്യാനൊന്നും ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. നമ്മൾ പെർഫോം ചെയ്താൽ അതിന് പ്രേക്ഷകരുണ്ടാവില്ല. അപ്പോൾ പറ്റുന്ന പോലെ പെർഫോം ചെയ്യുക, അതിനുശേഷം നമുക്ക് നൃത്തം പഠിപ്പിക്കാൻ പറ്റുക, ആ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുക. ഞാനൊരു കൂത്തമ്പലം പണിയുന്നുണ്ട് എറണാകുളത്ത്. അതിന് അമ്മയ്ക്കൊരു ദക്ഷിണ പോലെയാണ്. പുതിയ പുതിയ അപ്കമിങ് ആർട്ടിസ്റ്റിനുള്ള വേദിയാണ് അതിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ടാലൻസ് ഉണ്ട്, യങ് ടാലൻസ് ഉണ്ട്, അവർക്ക് വേദി കിട്ടാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വന്ന് പെർഫോം ചെയ്ത്, അവിടെ താമസിക്കാനുള്ള സ്ഥലമുണ്ട് കലാകാരന്മാർക്ക്, അവിടെ വന്ന് താമസിച്ച് അവിടെ പെർഫോം ചെയ്ത് ഒരു മോഹമാണ് അത്. അടുത്ത ഓഗസ്റ്റോടുകൂടി നമ്മളത് ലോഞ്ച് ചെയ്യും. അത് അവിടേക്ക് ഇരുന്ന് അവിടെ ഒരു വലിയൊരു ലൈബ്രറി വെക്കുന്നുണ്ട്. നൃത്തം ഗവേഷണം ചെയ്യേണ്ട കുട്ടികൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ബുക്സ് വെക്കണം. ഒരു കലയുടെ ഒരു കൾച്ചറൽ വില്ലേജ് ആണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു അവസാനവും അതിനോട് ചേർന്ന് മുമ്പോട്ട് പോകണം, എന്തെങ്കിലും ഒക്കെ ആയിട്ട് കലയുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞ പോലെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ, ആശകളായാലും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടട്ടെ. താങ്ക് യു സോ മച്ച്. ഞാൻ റിയലി എൻജോയ് ചെയ്തു കേട്ടോ. വളരെ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും I really enjoyed your interview and thank you so much for that. Thank you.